പാർട്ടി ഭരണഘടന അനുശാസിക്കുന്ന പാർട്ടി അച്ചടക്കത്തിനും നിരക്കാത്തതായ കാര്യങ്ങൾ പ്രമോദിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു എന്ന് പാർട്ടി ജില്ലാ കമ്മിറ്റിക്ക് പരിശോധനയിൽ ബോധ്യപ്പെട്ടു. പാർട്ടി ജില്ലാ കമ്മിറ്റി ഏകകണ്ഠമായി KV പ്രമോദിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കണമെന്ന് തീരുമാനിക്കുകയും ചെയ്തു. ആ കാര്യം കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റിയിൽ സഖാവിൻ്റെ ഘടകമായ പാർട്ടി ഏരിയ കമ്മിറ്റിക്കകത്ത് ഞങ്ങളത് വിശദീകരിച്ച് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. 22 ലക്ഷം കോഴ വാങ്ങി പ്രമോദ് കോട്ടൂളി എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഫോട്ടോ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. കോഴ ആരോപണമുണ്ടോ ഇല്ലയോ അറിയാതെ കൃത്യമായ തെളിവുകളില്ലാതെ ഒരു മനുഷ്യനെ ഈ ചാനലുകൾക്കകത്തിട്ട് വാർത്തകൾക്കകത്തിട്ട് ഫേസ്ബുക്കിലും എല്ലാത്തിലും എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും ഒരാൾ ഇന്ന പൈസ കൊടുത്തു എന്ന് പറയണ്ടേ, ഇന്നയാളോട് വാങ്ങിച്ചു എന്ന് പറയണ്ടേ? അങ്ങനെ ഒരു അഭിപ്രായം പറയാതെ, അങ്ങനെ ഒരു കാര്യം ഉയരാതെ എന്തില്ല, ഈ പറഞ്ഞ കാര്യമില്ല. നിയമപരമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള പരാതികളും നാളെയും മറ്റന്നാളുമായിട്ട് ഞാൻ കൊടുക്കുന്നതാണ്. PSC കോഴക്കേസിൽ മുഖം രക്ഷിക്കാൻ ഈ കോട്ടൂളിയെ പുറത്താക്കിയതിന് തൊട്ടു പിന്നാലെ കൃത്യമായ പ്ലാനിങ്ങിൽ കോട്ടൂളി പാർട്ടിക്കെതിരെ ചാട്ടുളിയാവുന്നത് കണ്ട നാടകീയ വൈകുന്നേരമാണ്. അപ്പോഴും ഉരുണ്ട് കളിക്കുന്നുണ്ട് ജില്ലാ സെക്രട്ടറി മോഹനൻ. CITU ജില്ലാ സെക്രട്ടറി പദവി അടക്കം വഹിച്ചൊരു സഖാവിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കാൻ കാരണം കോഴയല്ല, മറ്റെന്തോ ആണ്. പക്ഷെ അത് പറയില്ല എന്ന ഉരുണ്ടുകളി ആരെ പറ്റിക്കാനാണ്? പുറത്താക്കലിന് പിന്നാലെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിക്കെതിരെ നേർക്കുനേർ യുദ്ധം പ്രഖ്യാപിക്കാൻ പ്രമോദ് കോട്ടൂളിയുടെ കരുത്ത് എന്താണ്? കണ്ണൂരെ മനു തോമസ് മോഡലിൽ പുറത്തു പറയാൻ കാര്യങ്ങൾ പ്രമോദിനുണ്ടോ? അങ്ങനെയെങ്കിൽ ഈ പുറത്താക്കൽ ഒടുക്കമോ കോഴിക്കോട്ടെ പാർട്ടിയിൽ ഭൂകമ്പത്തിന്റെ തുടക്കമോ? പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. ശ്രീ ജിൻഡോ ജോൺ, ശ്രീ സന്ദീപ് വാര്യർ, ശ്രീ NV ബാലകൃഷ്ണൻ, ഒരു ഹസ്കർ എന്നിവർ ചർച്ച ചെയ്തിരുന്നു. ആദ്യം ഞാൻ ശ്രീ NV ബാലകൃഷ്ണൻ. ശ്രീ NV ബാലകൃഷ്ണൻ, താങ്കൾക്ക് കോഴിക്കോടിന്റെ രാഷ്ട്രീയം, CPM രാഷ്ട്രീയം കുറച്ചുകൂടി അറിയാവുന്ന ആളാണ്. ശ്രീ NV ബാലകൃഷ്ണൻ, ഈ പ്രമോദ് കോട്ടൂളി യുവധാര കോട്ടൂളി എന്നൊരു സംഘടനയുടെ കൂടെ സംഘാടകനാണ്. നാടക പ്രവർത്തനമടക്കം സാംസ്കാരിക പ്രവർത്തനങ്ങളാണ് ഇതിന്റെ മുഖമുദ്ര. നാടക സംവിധായകനുമാണ് കോട്ടൂളി. അപ്പോൾ ഈ നാടകത്തിൽ ഉപയോഗിക്കേണ്ട വൈകാരിക പഞ്ച് ഡയലോഗുകൾ, സ്റ്റേജ് നിറഞ്ഞു നിൽക്കാൻ ആവശ്യമായ പ്രോപ്പർട്ടികൾ, ടൈമിംഗ് ഒക്കെ നന്നായി അറിയാവുന്ന, നാടക സങ്കേതങ്ങൾ അറിയാവുന്ന ആളാണ്. അങ്ങനെ അമ്മയെ ബോധ്യപ്പെടുത്താൻ എന്ന ടൈറ്റിലിൽ നടത്തുന്ന ഒരു പ്രമോദ് കോട്ടൂളി തെരുവു നാടകമെന്ന് കാണണോ, അതോ കോഴിക്കോട് ജില്ലാ CPM വരും നാളുകളിൽ വെളിപ്പെടുത്തലുകളുടെ ഉറക്കമില്ലാത്ത രാത്രികളുടെ തുടക്ക രാത്രിയായി കാണണോ ഇന്ന്? ശ്രീ NV ബാലകൃഷ്ണൻ. വളരെ പ്രധാനമാണ് ആഷ്മിയുടെ ചോദ്യങ്ങൾ. അതിൽ ഒന്ന്, പ്രമോദ് കോട്ടൂളിയുടേത് ഇപ്പോൾ പൂർണ്ണമായ നാടകമൊന്നും ഞാനിപ്പോൾ തൽക്കാലം പറയുന്നില്ല. പക്ഷേ ഈ നാടകങ്ങളൊക്കെ നന്നായി നടത്താൻ അറിയാവുന്ന ഒരാളാണ് കോട്ടൂളി എന്നെല്ലാവർക്കും അറിയാം. ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. പ്രമോദ് കോട്ടൂളിയെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്തിൽ നിന്ന് പുറത്താക്കുകയാണ് ചെയ്തത്. പാർട്ടിക്ക് നിരക്കാത്ത പ്രവർത്തനങ്ങൾ നടത്തിയെന്നാണ് P. മോഹൻ മാഷ് പത്രക്കാരോട് പറഞ്ഞത്. അവരുടെ ചോദ്യങ്ങളൊന്നും അഭിമുഖീകരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല, അദ്ദേഹം മാറിപ്പോയി. 2 ദിവസം മുമ്പ് വരെ അങ്ങനെ ഒരു പരാതി പോലും പാർട്ടിയുടെ മുമ്പിലില്ല എന്ന് പറഞ്ഞത് ഇതേ മോഹൻ മാഷാണ്. ഇപ്പം അദ്ദേഹം പറയുന്നു പാർട്ടിക്ക് നിരക്കാത്ത കാര്യങ്ങൾ ചെയ്തത് കൊണ്ടാണ് ഈ പ്രമോദ് കോട്ടൂളിയെ പുറത്താക്കുന്നത്. അങ്ങനെയെങ്കിൽ എനിക്ക് അദ്ദേഹത്തോട് ചോദിക്കാനുള്ളത്, ജോർജൻ തോമസിനെ CPM നിന്ന് പുറത്താക്കിയിട്ടുണ്ടോ? ജോർജൻ തോമസ് ചെയ്തതായി പറയുന്ന കുറ്റങ്ങൾ എന്തൊക്കെയാണ്? ഞാനതിൻ്റെ മറ്റോരോ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. അതിനകത്ത് പലതരത്തിലുള്ള പ്രശ്നമുണ്ട്. കോറി മാഫിയയിൽ നിന്ന് കാശ് വാങ്ങിച്ചതിൻ്റെ പ്രശ്നമുണ്ട്. അതുപോലെ തന്നെ സ്വന്തം വീട് കോറി മാഫിയയെ കൊണ്ട് നിർമ്മിച്ചതിൻ്റെ പ്രശ്നമുണ്ട്. പിന്നെ ബലാത്സംഗ കേസിൽ പെട്ടിട്ടുള്ള ഒരു പ്രതിയെ രക്ഷിച്ചതിൻ്റെ പ്രശ്നമുണ്ട്. അതിൻ്റെയൊക്കെ വളരെ കൃത്യമായ എവിഡൻസുകൾ ഒരു പാർട്ടി ഏരിയ കമ്മിറ്റി സെക്രട്ടറി തന്നെ കൊണ്ടുവരുവാണ്. അപ്പോഴൊക്കെ അതിനൊക്കെ ശേഷവും ജോർജൻ തോമസിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല. അദ്ദേഹത്തെ പാർട്ടി സസ്പെൻഷനിൽ നിർത്തുക മാത്രമാണ് ചെയ്തത്. അപ്പം പിന്നെ ഈ പ്രമോദ് കോട്ടൂളിയെ പുറത്താക്കുമ്പോൾ സ്വാഭാവികമായും അത്രയും കനപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ടാവണം. അത് പാർട്ടി തുറന്നു പറയുന്നില്ല. എന്താ തുറന്നു പറയാത്തത്? യഥാർത്ഥത്തിൽ ആളുകളെ മുഴുവൻ കൺഫ്യൂഷനാക്കുന്ന ഒരു നിലപാടിലല്ലേ ഇപ്പോൾ CPM നിൽക്കുന്നത്. പ്രമോദ് കോട്ടൂളി ചെയ്ത കുറ്റം ഇന്നതാണ്, ആ കുറ്റത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ ശിക്ഷ കൊടുക്കുന്നത് എന്തുകൊണ്ടാണ് മോഹൻ മാഷ പോലെ പാർട്ടിയുടെ വളരെ പാർട്ടിയുടെ സൽപ്പേരിന് കളങ്കമുണ്ടാക്കുന്നത് പാർട്ടിക്ക് പ്രശ്നമാണ്. ശരി ബാലകൃഷ്ണൻ, പാർട്ടിയുടെ സൽപ്പേരിന് കളങ്കമുണ്ടാക്കി എത്ര പേരെ ഇത്തരത്തിൽ താങ്കൾ പറയുന്നത് പോലെ എന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ ക്യാപിറ്റൽ പണിഷ്മെന്റ് ആണല്ലോ. അതിന്റെ CITU പോലെ ഒരു സംഘടനയുടെ ജില്ലാ സെക്രട്ടറി പദവിയിൽ ഇരിക്കുന്ന ഒരാളെ, ടൗൺ ഏരിയയിൽ അംഗമായിരിക്കുന്ന ഒരാളെ അങ്ങ് പ്രാഥമിക അംഗത്തിൽ നിന്ന് കട്ട് ഓഫ് ചെയ്ത് കളയാന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ തൂക്കിക്കൊലയാണ് അല്ലേ? അപ്പൊ അങ്ങനെ പാർട്ടിയുടെ സൽപ്പേരിന് കളങ്കമുണ്ടാക്കി എത്ര പേരെ അങ്ങനെ തൂക്കിക്കൊന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഏറ്റവും ക്രൂഷ്യലായ ഒരു തെരഞ്ഞെടുപ്പ് ദിവസം, LDF പോരാടുന്നൊരു ഇലക്ഷൻ ദിവസം, ഇവിടെ RSSകാരനെ വീട്ടിൽ വിളിച്ച് കയറ്റി ദുരൂഹമായ ചർച്ചകൾ നടത്തി എന്ന് തെളിയുകയും അത് രാവിലെ തന്നെ
വോട്ടർമാരോട് പറയുകയും ചെയ്ത ഇ.പി. ജയരാജൻ അങ്ങനെയെങ്കിൽ എത്ര വട്ടം പുറത്താക്കണമെന്നേ ശ്രീ ബാലകൃഷ്ണൻ? അതെ അതെ, അതുപോലുള്ള കാര്യങ്ങൾ എത്ര വേണമെങ്കിൽ പറയാം. നമുക്ക് എത്ര കാര്യങ്ങൾ വേണേൽ പറയാം. ഞാനത് ചുരുക്കി കൊണ്ടുവന്നത് മോഹൻ മാഷ് മുമ്പിലുള്ള 2 പ്രശ്നങ്ങളെ വെച്ചൊന്ന് താരതമ്യം ചെയ്യുക മാത്രം ചെയ്തത്. ഇതുപോലെ എത്ര കാര്യങ്ങൾ വേണേൽ പറയാം. അപ്പൊ പിന്നെ മോഹൻ മാഷ് പറയണം, ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ PSC കോഴ, PSC പദവി തരാമെന്ന് പറഞ്ഞിട്ട് കോഴ വാങ്ങിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ ഒരു പ്രശ്നമില്ല. റിയൽ എസ്റ്റേറ്റ് പ്രശ്നങ്ങളാണുള്ളത്. റിയൽ എസ്റ്റേറ്റ് പ്രശ്നങ്ങളാണെങ്കിൽ എന്താണ്? കോഴിക്കോടിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇന്നത്തെ അവസ്ഥയെക്കുറിച്ച് അറിയുന്ന ആളുകൾക്കറിയാം, ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെടാത്ത പാർട്ടി നേതാക്കന്മാരെ കോഴിക്കോട് നിന്ന് കണ്ടെത്തുക ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാനതിൻ്റെ ഒരുപാട് വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല. പിന്നെ എന്താണ്, മരുമകൻ മന്ത്രിയും അതുപോലെ തന്നെ ഫാരിസ് അബൂബക്കറും അതുപോലെ തന്നെ കേരളത്തിൻ്റെ കാരണഭൂതനും അവരൊക്കെ ചേർന്നിട്ടുള്ള ഒരു സഖ്യം. അവർക്ക് കോഴിക്കോട്ടെ പാർട്ടി നേതാക്കന്മാരായിട്ടുള്ള അവരെ ഈ പൊസിഷനിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള ആളുകളായിട്ടൊക്കെ വലിയ ബന്ധമില്ല എന്ന് പറഞ്ഞാൽ അവരെ ഒന്നും വിശ്വസിക്കാൻ കഴിയില്ല. തങ്ങൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ അവരിലൂടെ പുറത്തുപോയാൽ നാളെ അത് ആപത്തുണ്ടാക്കുന്നുള്ളത് കൊണ്ട് കോഴിക്കോട്ടെ ആളുകളെ വിശ്വാസത്തിലെടുക്കുന്നില്ല എന്ന ആക്ഷേപമുള്ള ആളുകൾ കോഴിക്കോട്ടുണ്ട്. ഇനി മറ്റു കുറേ അധികം ആളുകൾക്ക് എന്താണ് ബിസിനസ്? അത് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സാണ്. പക്ഷെ നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകൾ. അത് കിനാലൂർ എസ്റ്റേറ്റിന്റെ ഭാഗങ്ങളിൽ നടന്നിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ശരി, കോഴിക്കോട് നഗരവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള പ്രശ്നങ്ങളായിരുന്നാലും ശരി, ചെറുവണ്ണൂരുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള പ്രശ്നങ്ങളായിരുന്നാലും ഇതൊക്കെ നിങ്ങൾ പരിശോധിച്ചാൽ ഒരുപക്ഷെ നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത കോടികൾ മറിയുന്ന റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകളാണ് ഈ നേതാക്കന്മാർ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് CPM അകത്തുള്ള നേതാക്കന്മാർ മാത്രമല്ല, പുറത്തുള്ള മറ്റു രാഷ്ട്രീയ പാർട്ടികളുമായി ബന്ധപ്പെട്ട നേതാക്കന്മാരും ഒക്കെ ഇതിന്റെ ഭാഗമായി നിൽക്കുന്നുണ്ട് എന്നുള്ളത് കാണണം. ഇനി മറ്റു ചിലരെ നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ ഈ കോറി മാഫിയ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ആയി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന, അവരിൽ നിന്ന് പണം പിരിക്കുന്ന അല്ലെങ്കിൽ മറ്റു പലതരത്തിലുള്ള അത്തരം കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നേതാക്കന്മാർ, അതിന് ഒത്താശകൾ ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്ന ആളുകൾ ഞാൻ ആളുകളുടെ ഒന്നും പേരിപ്പോൾ പറയുന്നില്ല, ഞാൻ കേൾക്കുമ്പോൾ ബന്ധപ്പെട്ട ആളുകൾക്ക് അതൊക്കെ മനസ്സിലാവുന്നുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. ആ നിലയിലുള്ള ആളുകളുണ്ട്. ഇങ്ങനെ തുടങ്ങിയിട്ട് വേറെ കോഴിക്കോടുമായി ബന്ധപ്പെട്ട് അബ്കാരി കോൺട്രാക്ടർമാരിൽ നിന്ന് കോടികൾ കളക്ട് ചെയ്തിട്ടുള്ള നേതാക്കന്മാരുണ്ട്. തെരഞ്ഞെടുപ്പിന്റെ ആവശ്യം മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ആളുകളുണ്ട്. അതുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മിറ്റികൾക്കുള്ള ഇടയിലുണ്ടായ പ്രശ്നങ്ങളുണ്ട്. ഇങ്ങനെ തുടങ്ങിയാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും. അതായത് ഏതെങ്കിലും തരത്തിൽ അവിഹിതമായി കാശുണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു കമ്മിറ്റി, അതിപ്പോൾ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി മാത്രമാണ് അങ്ങനെ എന്നൊന്നും ഞാൻ കരുതുന്നില്ല. കേരളത്തിലാകെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്വഭാവത്തിൽ ഇങ്ങനെ മാറ്റം വന്ന് കഴിഞ്ഞിട്ടുണ്ട്. പണ്ട് നമ്മൾ മലയാളത്തിലൊരു ചൊല്ലുണ്ട്, കത്തുന്ന പുരയിൽ നിന്ന് ഊരുന്ന കഴുക്കോല് ലാഭം എന്ന് പറയില്ലേ. ഏതായാലും കത്തിപ്പോവാണ്, അതുകൊണ്ട് ഒരു കഴുക്കോലെങ്കിലും ഊരിയെടുത്ത് കിട്ടിയാൽ നല്ലത് എന്ന് കരുതുന്നവരുണ്ട്. അതുപോലെ ആണ് കോഴിക്കോട്ടെ സ്ഥിതി എന്ന് നമുക്ക് അറിയാൻ പറ്റും. ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തകർച്ചയുടെ കാലത്ത് ലോകത്തിലാകെ നമ്മൾ കണ്ടതാണ്. സോവിയറ്റ് യൂണിയനിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അവിടുത്തെ ഗവൺമെന്റും ഒക്കെ തകരുന്ന കാലത്ത് പാർട്ടിയുടെ നേതൃനിരയിലുണ്ടായിരുന്ന ആളുകൾ നടത്തിയിട്ടുള്ള വെട്ടിപ്പുകളെ കുറിച്ച്, വെട്ടിപ്പിടിച്ചതിനെ കുറിച്ച്, കൊള്ളകളെ കുറിച്ച്, പാർട്ടി സമ്പത്തും ജനങ്ങളുടെ സമ്പത്തും കൊള്ളയടിച്ച് വ്യക്തിപരമാക്കിയതിനെ കുറിച്ചൊക്കെയുള്ള ഒരുപാട് പഠനങ്ങൾ നമുക്ക് വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ ലോകത്തിലെ മറ്റു മേഖലകളൊക്കെ നിങ്ങൾ പരിശോധിക്കേണ്ട കാര്യമില്ല. ഇന്ത്യയിൽ തന്നെ പരിശോധിച്ച് നോക്കിയാൽ പടിഞ്ഞാറൻ ബംഗാളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിന് തകർച്ചയുടെ കാലത്ത് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളെ കുറിച്ച് നമ്മുടെ മുമ്പിൽ വിവരങ്ങൾ ഇപ്പോൾ ഉണ്ട്. ഏതാണ്ട് അതിന് സമാനമായ ഒരു അവസ്ഥയിലേക്ക് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോയി നിൽക്കുകയാണ്. അതിന്റെ നേതൃനിരയിലിരിക്കുന്ന ആളുകൾക്കൊക്കെ ഏറെക്കുറെ ബോധ്യമുണ്ട് ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പോയിക്കൊണ്ടിരിക്കുന്നത് ബംഗാളിന്റെ പാതയിൽ തന്നെയാണ്. അതുകൊണ്ട് ഈ കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗിച്ച്, അല്ലാതെ ജനകീയ ജനാധിപത്യ വിപ്ലവം നടക്കുന്നതിനെ കുറിച്ചോ തൊഴിലാളി വർഗ സർവാധിപത്യം സ്ഥാപിക്കുന്നതിനെ കുറിച്ചോ സാധാരണ മനുഷ്യരെ കുറിച്ചോ ഒന്നും ആലോചിക്കാൻ പ്രാപ്തിയോ അതിനുവേണ്ടി ശ്രമിക്കുന്നവരോ ആരും ഇന്ന് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗമായി നിൽക്കുന്നില്ല. ഇതിനകത്ത് ഏറ്റവും വേദനാജനകമായ അവസ്ഥ എന്ന് പറയുന്നത് ഈ പാർട്ടിയെ വിശ്വസിച്ച് ഇതിനോടൊപ്പം നിന്നിട്ടുള്ള നിർധനരായിട്ടുള്ള മനുഷ്യരുണ്ട്. അന്നന്ന് ജോലിയെടുത്ത് കിട്ടുന്ന കാശിൽ നിന്ന് ലെവി അടച്ചിട്ട് അതുപോലെ തന്നെ പാർട്ടിക്ക് സംഭാവനകൾ കൊടുത്തിട്ട് ഈ പാർട്ടി ഇന്നില്ലെങ്കിൽ നാളെ ഒരു തൊഴിലാളി വർഗ വിപ്ലവത്തിലേക്ക് എത്തും, സോഷ്യലിസവും കമ്മ്യൂണിസവും ഒക്കെ കൈവരിക്കും, പണിയെടുക്കുന്ന മനുഷ്യന് ഒരു ജീവിതം ഉണ്ടാക്കും എന്നൊക്കെ കരുതി ഈ പാർട്ടിയുടെ കൂടെ അണിനിരന്നിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള നിഷ്കളങ്കരായ മനുഷ്യർ അവരെ അന്തം വിട്ട് നോക്കി നിൽക്കുകയാണ്. അവരുടെ അത്തരം നിസ്വരായ സഖാക്കളുടെ മുഖത്തേക്ക് നോക്കി തുപ്പൽ കൂടിയാണ് കേട്ടോ ഇന്ന് പാർട്ടി ജില്ലാ സെക്രട്ടറി ചുരുങ്ങിയ വാക്കുകൾ പറഞ്ഞ വിശദീകരണം. പോട്ടെ, ഞാൻ അങ്ങനെയൊക്കെ എത്താം. ശ്രീ ഹസ്കർ, അങ്ങനൊന്നുമില്ല. എല്ലാ മാധ്യമ സൃഷ്ടി, പാർട്ടിയെ വേട്ടയാടൽ, വലതുപക്ഷ ഗൂഢാലോചന, എന്തു പരാതി, എവിടെ പരാതി എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന പി മോഹനൻ മാസ്റ്റർ ഇപ്പൊ പുറത്താക്കേണ്ടി വന്നു.
പുറത്താക്കുമ്പോൾ എന്താണ് കാരണം, എന്താണ് ആ കാരണം എന്ന് പറയാൻ മടി എന്താണ്? എന്തുകൊണ്ടാണ് പാർട്ടിക്ക് ഈ ചർച്ചയിലേക്ക് ഒരാളെ വിട്ട് എന്തുകൊണ്ടാണ് ഈ പറയുന്ന ആളെ കോട്ടൂളിയെ പുറത്താക്കിയ കാരണങ്ങൾ 1, 2, 3, 4 ഇന്ന കാരണം കൊണ്ട് ധൈര്യത്തോടെ പറയാൻ കഴിയുന്നില്ല ശ്രീ ഹസ്കർ? ഹാഷ്മി, കേരളത്തിലെ മാധ്യമങ്ങളുടെ ഒരു വലിയ അപകടകരമായ പോക്കിലേക്കാണ് എനിക്ക് ആദ്യമായി ഒരു പരിഭവമുള്ളത്. നിങ്ങൾ CPM-ലെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ CPM-ന്റെ ഏതെങ്കിലും ഒരു പ്രവർത്തകൻ ഏതെങ്കിലും ഒരു പിശക് ചെയ്തു എന്ന് കണ്ടാൽ നിങ്ങൾ മാധ്യമ മണിക്കൂറുകൾ ഇങ്ങനെ ചിലവഴിച്ചുകൊണ്ട് പാർട്ടിയെ കുറ്റം പറഞ്ഞുകൊണ്ട് സമയം മെനക്കെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അതാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. മറിച്ച് ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരനോ ഏതെങ്കിലും ഒരു BJP-കാരനോ ഇത്തരത്തിൽ ഒരു നിങ്ങൾ കാണുന്ന സമയം CPM-നെ വിമർശിക്കുന്ന സമയം പി മോഹനന്റെ ഇന്നലത്തെ ക്യാപ്സ്യൂൾ ആയിരുന്നു അത്. വലതുപക്ഷ മാധ്യമ ഗൂഢാലോചന എന്ന് പറഞ്ഞാൽ വലതുപക്ഷ മാധ്യമ ഗൂഢാലോചന വാർത്ത പ്രകാരം ഒരു ഏരിയ കമ്മിറ്റി അംഗത്തെ, ടൗൺ ഏരിയ പോലെ പാർട്ടിയുടെ ശക്തമായ ഒരു ഏരിയയിൽ നിന്ന് ഒരു ഏരിയ കമ്മിറ്റി അംഗത്തെ അദ്ദേഹത്തിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി. എന്താണ് കാരണം എന്ന് ചോദിച്ചാൽ അത് പറയില്ല, മിണ്ടില്ല. എന്നിട്ട് ഒറ്റ വാക്കുകൾ ഒന്നും പറയാതെ ഒറ്റ പോക്കാണ്. സാർ, ഇത് പറഞ്ഞാൽ എന്താ പ്രശ്നം? ഇത് തുറന്നു പറഞ്ഞ എന്താ പ്രശ്നം? ഈ പറയുന്ന കോട്ടൂളിയെ പുറത്താക്കാനുള്ള കാരണം PSCയുടെ പേരിൽ കോഴ വാങ്ങി ഇയാൾ, ജോലി നൽകാമെന്ന് പറഞ്ഞ് പാർട്ടി നേതാക്കളുടെ പേര് ദുരുപയോഗിച്ച് കോഴ വാങ്ങി ഇയാൾ, ആ കോഴക്കാരൻ ഇനി പാർട്ടിക്ക് വേണ്ട എന്ന് പറഞ്ഞ എന്താണ് സാർ കുഴപ്പം? അങ്ങനല്ല ഹാഷ്മി, ഇതിൽ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ടിയുടെ സൽപ്പേരിന് കളങ്കമുണ്ടാക്കുന്ന ഒരു പ്രവൃത്തി ചെയ്ത ഒരു സഖാവിനെ പാർട്ടി ചെവിക്ക് പിടിച്ച് പുറത്താക്കിയിരിക്കുകയാണ്. ആ പുറത്താക്കലിനെ സംബന്ധിച്ചാണ് നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. മറിച്ച് അതിൻ്റെ വിശദീകരണവും കാര്യകാരണങ്ങളും പാർട്ടി മാധ്യമങ്ങളോട് പറയുന്നില്ല എന്നുള്ളത് അതൊരു വലിയ അപകടകരമായ സാഹചര്യം എന്നല്ല. അത് പുറത്താക്കപ്പെടേണ്ടവർ ഇങ്ങനെ പുറത്താക്കപ്പെടും. ഞാൻ ഈ ചർച്ചയുടെ തുടക്കങ്ങളിൽ തന്നെ പറഞ്ഞിരുന്നു, പ്രമോദ് കോട്ടൂളിയുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ അത് കൃത്യമായി പാർട്ടിക്ക് അതിൻ്റെതായ നടപടിക്രമങ്ങളുണ്ട്, സംഘടനാ സംവിധാനങ്ങളുണ്ട്. ആ സംഘടനാ സംവിധാനം ഉപയോഗിച്ച് ഒരു വ്യക്തിയെ പുറത്താക്കിയിരിക്കുന്നു. പ്രവൃത്തിയായിക്കൊള്ളട്ടെ, എന്തിനാണ് ഈ പ്രമോദ് കോട്ടൂളിയെ പുറത്താക്കിയെന്ന് അങ്ങേക്ക് അറിയുമോ? എന്ന് പറഞ്ഞാൽ CPM-ന്റെ ഇപ്പോൾ പ്രമോദ് കോട്ടൂളി സാധാരണ ഒരു ബ്രാഞ്ച് കമ്മിറ്റി സഖാവല്ല, CITU-വിന്റെ ജില്ലാ സെക്രട്ടറി പദവിയിലിരുന്ന, എന്ന് പറഞ്ഞാൽ കോഴിക്കോട് പോലെ ഒരു ജില്ലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പദവികൾ വഹിച്ച ഒരു നേതാവാണ്, ടൗണിൽ പ്രവർത്തിച്ച നേതാവാണ്. അദ്ദേഹത്തെ CPM-ന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് കളയാൻ എന്താണ് അദ്ദേഹം ചെയ്ത ഗ്രേവ് മിസ്റ്റേക്ക് എന്ന് അങ്ങേക്ക് അറിവുണ്ടോ? അതാരും അറിയേണ്ടതില്ലാത്ത ഒരു സംഗതിയാണെന്ന് താങ്കൾ കരുതുന്നുണ്ടോ ഹസ്കർ? അങ്ങനെയല്ല, പാർട്ടി അത് വിശദീകരിക്കേണ്ട ബാധ്യത പാർട്ടിക്കുണ്ട്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പാർട്ടി ഇന്ന് നേരിടുന്ന പ്രതിസന്ധിയുടെ ഒരു പ്രധാന ഘടകവും അത് തന്നെയാണ്. ഏതെങ്കിലും ഗ്രാമപ്രദേശങ്ങളിലോ പട്ടണപ്രദേശങ്ങളിലോ ഒരു തൊഴിലുമെടുക്കാതെ സമ്പന്നരായ നിരവധി CPM നേതാക്കന്മാരുണ്ട്. അവരെ കണ്ടെത്തുന്നതിനുള്ള ഉത്തരവാദിത്തം പാർട്ടി, കാര്യം ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന നേതാക്കന്മാരെ ജനങ്ങളാണ് അടുത്തറിയുന്നത്. ജനങ്ങൾ അവരുടെ വളർച്ചയും തളർച്ചയും കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. സാധാരണ പാർട്ടി സഖാക്കൾ അന്തം വിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന അത്തരം ആളുകളെ അങ്ങനെ കണ്ടിട്ടും പാർട്ടി തിരുത്തുന്നില്ല എന്നിടത്താണ് കേരളത്തിലെ പാർട്ടിയുടെ ഗതികേടിന്റെ തുടക്കം എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പോൾ പാർട്ടി തിരുത്തുന്നു എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഞാൻ ഇപ്പോഴും അത് ജനത്തോട് സാർ, ഇതിന്റെ ജൈവിക ബന്ധം ഈ പാർട്ടിക്ക് നഷ്ടമായി എന്ന് പറഞ്ഞാൽ ഇതിന്റെ കാതലില്ലാതാവുന്നു, ഇതിന്റെ വേരുകൾ ദ്രവിക്കുന്നു. ഇതിപ്പോ ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് പരാജയ കാലത്തുണ്ടാവുന്നത് പോലെ ജനം ശിക്ഷിച്ചു എന്ന വിലയിരുത്തലല്ല. പാർട്ടി വിലയിരുത്തുന്നത് നാടുമായി, നാട്ടിലെ ജനങ്ങളുമായി, എന്താണ് വെള്ളത്തിൽ ഏത് രീതിയിൽ മത്സ്യം ഇടപെടുന്നു അത്തരത്തിൽ ജനങ്ങൾക്കിടയിൽ ഇഴകി ജീവിച്ച CPM പ്രവർത്തകരുമായി നേതൃത്വവുമായി ജൈവിക ബന്ധം നഷ്ടമാകുന്നു, അതിൻ്റെ വേര് കടയോടെ ഇല്ലാതാവുന്നു എന്ന് പാർട്ടി തന്നെ വിലയിരുത്തിയ സമയമാണ്. അപ്പോൾ തിരുത്തലെങ്കിൽ തിരുത്തൽ എന്തിനാണ് എന്ന് പറയണ്ടേ? അപ്പോൾ തിരുത്തലിൻ്റെ തുടക്കം എന്നുള്ള രീതിയിൽ ഈ കോഴ വാങ്ങി ഈ കോഴക്കാരനെ ഞങ്ങൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നു. ശ്രീ ഹസ്കർ, പാർട്ടിയുടെ പോക്ക് ശരിയല്ല എന്നൊരു വാട്സാപ്പ് ഗ്രൂപ്പിൽ പറഞ്ഞ സഖാവിനെയും ഒരു 71 വയസ്സ് കഴിഞ്ഞ ബാലകൃഷ്ണൻ എന്നയാളോടും കുന്നമംഗലം ഏരിയ സെക്രട്ടറി വിരട്ടിയത് ബാലകൃഷ്ണ അടിച്ച് കണ്ണ് പൊട്ടിക്കുമെന്നാണ്. എന്താണ് പ്രമോദിനെതിരെ പരസ്യമായ ഒരു വാക്ക് പറയാൻ റിയാസിനടക്കം മുട്ടുപുറ ശ്രീ ഹസ്കർ? അങ്ങനെയല്ലേ, പാർട്ടിയുടെ സംഘടനാ സംവിധാനത്തിൽ നിന്നുകൊണ്ട് ഒരു പക്ഷേ അത്തരം കാര്യങ്ങൾ പറയുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ട് പലരും നിശബ്ദത പാലിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ പലപ്പോഴും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പാർട്ടിക്കുള്ളിലും പുറത്തും ഇത്തരം കാര്യങ്ങൾ പറയുന്നതിന് ആർജവത്തോടെ ആളുകൾ തയ്യാറാകുന്നു. അതാണല്ലോ നിങ്ങൾ പലപ്പോഴും മാധ്യമ ചർച്ചകൾക്ക് വിധേയമാക്കുന്ന പാർട്ടിക്കുള്ളിൽ നടക്കുന്ന വിമർശനങ്ങൾ എന്ന് പറയുന്നത്. അതെല്ലാം ഇരുമ്പു മറയ്ക്കുള്ളിലെ വിമർശനങ്ങളാണ്, നിങ്ങൾക്ക് ഊഹാഭോഗങ്ങളാണ്, കെട്ടുകഥകളാണ് എന്ന് മാത്രം പറഞ്ഞു നിർത്തിപ്പോകുന്നതല്ല അതിൻ്റെ ശരി. മറിച്ച് ഇത്തരം സമീപനങ്ങളിൽ
കേരളത്തിലെ പാർട്ടി സഖാക്കൾക്കിടയിൽ അസംതൃപ്തിയുണ്ട്. ആ അസംതൃപ്തി പുകഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. കാരണം ഈ പാർട്ടിയായിരുന്നു കേരളത്തിലെ സാധാരണ മനുഷ്യരുടെ തൊഴിലാളി വർഗ പ്രസ്ഥാനം എന്ന നിലയിൽ സാധാരണ തൊഴിലാളികളുടെ പ്രതീക്ഷയും ആ പ്രതീക്ഷയാണ് ഇപ്പോൾ അസ്ഥാനത്തായിക്കൊണ്ടേയിരിക്കുന്നത്. പക്ഷെ എന്നതുകൊണ്ട് ഈ പാർട്ടി മൊത്തത്തിൽ നശിച്ചുപോയി എന്ന് നിങ്ങൾ കരുതണ്ട. നിങ്ങൾ ഇതിൽ പാർട്ടിയിൽ ചില പുഴുക്കുത്തുകളുണ്ട്. ആ പുഴുക്കുത്തുകളെ തെരഞ്ഞുപിടിക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടി പാർട്ടി എടുക്കും. അത് എടുക്കണം എന്നു തന്നെയാണ് എൻ്റെ ഉറച്ച ബോധ്യം. അല്ലാത്ത പക്ഷം ഈ പാർട്ടിക്ക് ഇനി ഒരു ഇഞ്ച് മുന്നോട്ട് പോകാനാവില്ല. ഇത് പല ആവർത്തി നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായും പാർട്ടി എങ്ങനെ ഇത് ശുദ്ധീകരിക്കും? ഈ ബ്രാഞ്ച് തലം മുതൽ ഇത് പരിശോധിക്കപ്പെടണം. പ്രമാണവും തത്വം നമുക്ക് പറയാം. ഇതുപോലൊരു ചർച്ചയിൽ CPM ആളെ വിട്ടില്ല. ഇതുപോലൊരു ചർച്ചയിൽ CPM ആളെ വിട്ടില്ല. ഏത് കാലത്താണ് EP ജയരാജൻ പ്രകാശ് ജാവദേക്കറെ വീട്ടിൽ കയറ്റി ദുരൂഹമായ ചർച്ച, എന്തോ ഒരു ദുരൂഹ ഡീൽ നടത്തിയ ആ വിഷയത്തിൽ CPM ആളെ വിടുന്നുണ്ടായിരുന്നില്ല? ഇതുപോലെ അന്നൊരു ചർച്ചയിൽ അങ്ങ് ഇതുപോലെ പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു. അങ്ങ് ഒരു രാത്രി ഇതുപോലെ പറഞ്ഞു EP ജയരാജനെതിരെ കടുത്ത നടപടി ഉണ്ടാകുമെന്നാണ് അങ്ങയുടെ പ്രതീക്ഷ എന്ന് താങ്കൾ പറയുന്നുണ്ടായിരുന്നു. എന്തെങ്കിലും ചുക്ക് സംഭവിച്ചോ? ഒന്നും ഉണ്ടായില്ല. ശ്രീ ഹസ്കർ, ഇതിപ്പോൾ പേരിന് പുറത്താക്കൽ എഴുതി വെച്ചോ, മാസം 6 മാസത്തിനകം ഈ കോട്ടൂളി പാർട്ടിയിലേക്ക് മടങ്ങി വരും. സംശയമുണ്ടോ? 6 മാസത്തിനകം കോട്ടൂളി CPM-ലേക്ക് മടങ്ങി വരും. അങ്ങനെയൊന്നും ഈ പാർട്ടിയിലേക്ക് ആർക്കും ഓടുപൊളിച്ചിറങ്ങി വരാൻ കഴിയുന്ന സാധനമൊന്നുമല്ലല്ലോ. CPM-നെ സംബന്ധിച്ചിടത്തോളം ഇത് ഇപ്പോൾ നടപടിയെടുത്തിരിക്കുന്നത് വളരെ ഗൗരവതരമായിട്ടുള്ള പാർട്ടിയുടെ സൽപ്പേരിന് കളങ്കമുണ്ടാക്കുന്ന പ്രവൃത്തി എന്ന് പാർട്ടിക്ക് ഉത്തമ ബോധ്യം വന്നിരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പോലും പുറത്താക്കപ്പെട്ടിരിക്കുന്നത്. സാധാരണഗതിയിൽ സസ്പെൻഡ് ചെയ്യുക അല്ലെങ്കിൽ താക്കീത് ചെയ്യുക എന്ന് കുറഞ്ഞ ശിക്ഷ നൽകിയാണ് സാധാരണഗതിയിൽ പാർട്ടി നടപടിയെടുക്കാറുള്ളത്. ഇത് കടുത്ത നടപടിയിലേക്ക്, പുറത്താക്കൽ നടപടിയിലേക്ക് പോവുക എന്ന് പറയുന്നത് അനിതര സാധാരണമായ സാഹചര്യങ്ങളിൽ മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അതൊരു വലിയ കാര്യം തന്നെയാണ്. കാരണം അത് വൈകി ഉദിച്ച വിവേകം കൂടിയാണ്. അനിതര സാധാരണമായ സംഭവം എന്ന് മാത്രം അറിയില്ല, പാർട്ടി ലോകത്തിന് മൊത്തം അറിയാം കേട്ടോ. അനിതര സാധാരണമായ കാരണം എന്താണെന്ന് ലോകത്തിന് മൊത്തം അറിയാം. പക്ഷേ പാർട്ടി അത് പുറത്തു പറയില്ല. പാർട്ടിക്ക് അതെന്തോ റിയൽ എസ്റ്റേറ്റ് ബന്ധമാണ്. ഞാൻ അങ്ങനെയൊക്കെ എത്താം. ശ്രീ സന്ദീപ് വാര്യർ, കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു BJP നേതാവുമായുള്ള കൂടിക്കാഴ്ച കൂടി പ്രമോദിന് പുറത്തേക്ക് വഴി തുറക്കുന്നുണ്ട്. ഒരു കച്ചവട കൂടിക്കാഴ്ച എന്നൊക്കെയാണ് കേൾവി. അങ്ങനെ ഈ പാർട്ടി ഭേദമില്ലാത്ത പാർട്ടിക്ക് അതീതമായ കൂടിക്കാഴ്ചകൾ, അങ്ങനെ ബന്ധങ്ങൾ നടക്കാറുണ്ടോ? അതേപ്പറ്റി അറിവുണ്ടോ BJP-ക്ക്? സന്ദീപ് വാര്യർ. അല്ല, അത്തരത്തിൽ ഏതെങ്കിലും ഒരു BJP നേതാവുമായി ഈ വിഷയത്തിൽ ബന്ധമുള്ളതായത് എനിക്കറിവില്ല. ഇപ്പം നിങ്ങൾ പറയുന്ന സമയത്താണ് അങ്ങനെ ഒരു നേതാവ് ഉണ്ടെങ്കിൽ ആ പേര് കൂടി നിങ്ങളങ്ങ് തുറന്നു പറയണം. പ്രമോദ് കോട്ടൂളിയുടെ പേര് നിങ്ങൾ പറയുന്നുണ്ടല്ലോ, കുറേ ദിവസമായി പറയുന്നുണ്ടല്ലോ. BJP-യിലെ ഒരു നേതാവിന് അത്തരത്തിലൊരു ബന്ധമുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ആ പേര് മറച്ചു വയ്ക്കുന്നത്? വെറുതെ അന്തരീക്ഷത്തിലേക്ക് ഒരു BJP നേതാവ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്ത് മറുപടി പറയാനാണ്? അല്ല, അറിവുണ്ടോ എന്ന് ചോദിച്ചാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പം CPM-ന്റെ കമ്മിറ്റിക്കുള്ളിൽ നടക്കുന്ന ചർച്ചകളുടെ തെളിവ് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയല്ലല്ലോ, നമുക്ക് കിട്ടുന്ന സോഴ്സുകളാണല്ലോ. അപ്പോൾ ഈ പുറത്തേക്ക് പോകാനുള്ള കാരണങ്ങളിലൊന്നും ഈ BJP എന്ന് പറയുന്നുണ്ട്. പേര് ചോദിക്കുന്നത് ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് ശ്രീ സന്ദീപ്. പേര് പറയണ്ട. അറിവുണ്ടോ? താങ്കൾക്ക് അതിനെപ്പറ്റി അറിവുണ്ടോ? കുറെ ദിവസമായി പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് BJP നേതാവിന്റെ പേര്? അല്ല സന്ദീപ് വാര്യർ, താങ്കൾക്ക് അതിനെപ്പറ്റി CPM-നുള്ളിൽ നടന്ന പ്രമോദ് കോട്ടൂളിക്ക് പുറത്തേക്ക് വാതിൽ തുറന്ന ഘടകങ്ങളിൽ ഒന്ന് അതാണെന്ന് പറയുന്നു. അതൊരു തരം ബിസിനസ് ടൈപ്പ് കൂടിക്കാഴ്ചയാണെന്നും പറയപ്പെടുന്നു. എനിക്കറിവില്ല. താങ്കൾക്ക് അതിൽ അറിവുണ്ടോ എന്ന ചോദ്യമുള്ളൂ. താങ്കൾ ബാക്കി പറഞ്ഞോളൂ. അല്ല, അത്തരത്തിൽ ഏതെങ്കിലും ഒരു വിഷയം BJP-യുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അത്തരത്തിലൊരു കാര്യവും ഞാൻ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പിന്നെ ഏതെങ്കിലും തരത്തിൽ ആളുകളുമായി ബിസിനസ് ബന്ധം ഉണ്ടായിരിക്കുക എന്നുള്ളത്, ബിസിനസ് ചെയ്യുക, എന്റർപ്രണർ ആവുക എന്നുള്ളത് ഒരു കുടുംബാതകമായിട്ട് കരുതാത്ത പാർട്ടി ആയതുകൊണ്ട് എനിക്കത് സംബന്ധിച്ച് കൃത്യമായിട്ടൊരു മറുപടി ഇപ്പോൾ പറയാൻ സാധിക്കില്ല. നിങ്ങൾ ആളുടെ പേര് പറയൂ. അത് നിയമവിരുദ്ധമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, തെറ്റായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സംബന്ധിച്ചുള്ള നടപടി അപ്പോൾ BJP സ്വീകരിക്കും. അത് നിയമവിരുദ്ധമല്ലാത്ത രീതിയിൽ ആർക്കും ഈ രാജ്യത്ത് ബിസിനസ് ചെയ്യാം, ബിസിനസ് ബന്ധങ്ങൾ ഉണ്ടാക്കാം. അതിനൊന്നും തെറ്റ് കാണുന്ന പാർട്ടിയൊന്നുമല്ല BJP. ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താ? പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് CPM ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ ചെന്നപ്പെട്ടിരിക്കുന്ന വളരെ സങ്കീർണമായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട്. ആ സങ്കീർണമായ പ്രശ്നങ്ങളുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് പാർട്ടിക്കുള്ളിലെ വിഭാഗീയതയും പാർട്ടിക്കുള്ളിൽ തന്നെ രണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ തമ്മിലുള്ള പ്രശ്നങ്ങളുമൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയുന്നതാണ്. കോഴിക്കോട്ടുള്ള എല്ലാവർക്കും അറിയുന്നതാണ്. പ്രമോദ് കോട്ടൂളി ആരുടെ കൂട്ടുകാരനായിരുന്നു? ഇന്ന് തന്നെ അദ്ദേഹം പറഞ്ഞിട്ട് സഹോദര തുല്യനാണ് മുഹമ്മദ് റിയാസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സഹോദര തുല്യനായിട്ടുള്ള മുഹമ്മദ് റിയാസ് അറിയാതെ ഇത്തരത്തിൽ PSC അംഗത്വത്തിന് വേണ്ടിയിട്ട് വലിയൊരു തുക പ്രമോദ് കോട്ടൂളി മാത്രമായി വാങ്ങി എന്ന് എങ്ങനെയാണ് പൊതുജനം വിശ്വസിക്കുക? അപ്പം വിശ്വസിക്കണമെങ്കിൽ അത് സംബന്ധിച്ച് അന്വേഷണം നടക്കണം.
അത്തരത്തിലൊരു അന്വേഷണത്തിന് ഒരു സാധ്യതയുമില്ലാത്ത രീതിയിൽ ഈ വിഷയം പാർട്ടിക്കുള്ളിൽ വെച്ച് തന്നെ അവസാനിപ്പിക്കാൻ വേണ്ടി CPM ശ്രമിക്കുമ്പോൾ വാസ്തവത്തിൽ PSC മുഖാന്തരം ജോലി കാത്തിരിക്കുന്ന ലക്ഷക്കണക്കിന് വരുന്ന യുവതിയുവാക്കളോട് കൊടിയ വഞ്ചനയാണ് CPM ചെയ്യുന്നത്. PSC എന്ന് പറയുന്ന വിശ്വാസ്യതയുള്ള ഒരു സംവിധാനം മുഴുവൻ ഇതുപോലെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണ് എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. കോഴിക്കോട്ടെ ചില റിയൽ എസ്റ്റേറ്റ് കച്ചവടക്കാർ, റിയാസുമായി ബന്ധമുള്ളവർ, ഇവർക്കെല്ലാം ചേർന്ന് വീതിച്ചെടുക്കാനുള്ളതാണോ കേരളത്തിലെ PSC എന്ന് പറയുന്ന പ്രധാനപ്പെട്ട സംവിധാനം? കേരളത്തിലെ എത്രയോ ലക്ഷക്കണക്കിന് യുവാക്കൾ പ്രതീക്ഷയോടുകൂടി കാണുന്ന ഒരു സ്ഥാപനമല്ലേ. ആ PSC പോലും, ആ PSCയിലെ അംഗത്വം പോലും വിൽപ്പനയ്ക്ക് വെച്ച വിചിത്രമായ ഒരു കാലത്ത് CPM പറയുകയാണ് അതൊന്നും അന്വേഷിക്കേണ്ട കാര്യമല്ല എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെയാണ് അത് പോലെയുള്ള തുക്കട CPMകാർ, തുക്കട SFIക്കാർ റിയാസ് കോട്ടുള്ളി ബന്ധത്തെ പറ്റി താങ്കൾ സംശയിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാം. റിയാസിന്റെ പരാതിയിലാണ് കോട്ടുള്ളിയുടെ പുറത്തേക്കുള്ള പോക്ക് എന്ന് പറഞ്ഞാൽ കേൾക്കുന്നത് കോട്ടുള്ളിയെ ചേർത്ത് പിടിക്കാൻ ജില്ലാ കമ്മിറ്റി ശ്രമിക്കുമ്പോഴും റിയാസിന്റെ പരാതി ബലത്തിൽ കൂടിയാണ് കേട്ടോ കോട്ടുള്ളിയെ അതിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്തേക്ക് പോ എന്ന് പറയുന്നത്. സന്ദീപ്, അല്ല, അത്തരത്തിലൊരു പരാതി ഇല്ല എന്നാണല്ലോ മോഹൻ മാസ്റ്റർ പറഞ്ഞത്. ഇതിപ്പോ നിങ്ങൾ പറയുന്നല്ലേ റിയാസ് പറയട്ടെ പരാതി ഉണ്ടെന്ന്. റിയാസും കോട്ടുള്ളിയും തമ്മിൽ പരാതി ഉണ്ടെങ്കിൽ അവർ തമ്മിൽ എങ്ങനെ തെറ്റി എന്നൊന്നും പുറത്ത് വരണ്ടേ? റിയാസും കോട്ടുള്ളിയും വളരെ സഹോദര തുല്യരും. അവർ തമ്മിൽ അത്തരത്തിൽ എന്തെങ്കിലും തെറ്റാനുണ്ടായ കാരണം എന്താണ്? ഇവരുടെയൊക്കെ പരസ്യം നൽകിയിരുന്ന പരസ്യ ഹോർഡിങ്സുകളുടെ സ്ഥാപനം ഇവരാരൊക്കെ ചേർന്നിട്ടാണ് നടത്തിയിരുന്നത്? നിഖിലാരാണ്, അതുപോലെ തന്നെ റിയാസുമായി ബന്ധപ്പെട്ട വസീഫും റിയാസും നിഖിലും ഇവരൊക്കെ അടങ്ങുന്ന ഒരു ഗ്യാങ് കേരളത്തിലെ സർക്കാർ മേഖലയിലെ സർക്കാരിന്റെ പരസ്യ ബോർഡുകൾ വെച്ചിരുന്നതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന ആക്ഷേപങ്ങൾ ഇതൊക്കെ അടുത്ത ദിവസങ്ങളിൽ ചർച്ച ചെയ്യേണ്ടി വരും. തീർച്ചയായിട്ടും ഈ വിഷയങ്ങൾ വൈകാതെ ഇതുമായി ബന്ധപ്പെട്ട നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ BJP പുറത്തുവിടാൻ പോവുകയാണ്. അങ്ങനെ ഒരു ബിസിനസ് കൺസോർഷ്യം ഉണ്ടെങ്കിൽ ആ ബിസിനസ് കൺസോർഷ്യത്തിൽ പങ്കുകാരായ BJP ഉണ്ടാവില്ലല്ലോ, ഉറപ്പല്ലേ? ഞാൻ പറയുന്നത് ഈ വസീഫ്, റിയാസ്, അതുപോലെ തന്നെ നിഖിൽ അടക്കമുള്ളവർ ഒന്നിച്ച് DYFIയുടെ ഒരു ഗ്യാങ് ഇവർ നടത്തുന്ന ചില പരിപാടികൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് പല ആക്ഷേപങ്ങളും വരുന്നുണ്ട്. ഈ ആക്ഷേപങ്ങൾ തീർച്ചയായിട്ടും അന്വേഷിക്കപ്പെടേണ്ടതാണ്. അത് അന്വേഷിക്കപ്പെടുന്ന സമയത്ത് CPMന്റെ പല പ്രമുഖ നേതാക്കളിലേക്കും ഈ അന്വേഷണം നീളും. ഞാൻ ചോദിക്കട്ടെ ആഷ്മി, 20 ലക്ഷത്തിലധികം രൂപയുടെ കൈമാറ്റം നടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 2016 ശേഷം 20 ലക്ഷം രൂപയുടെ മേലെ ഒരു ഇടപാട് നടക്കുമ്പോൾ അത് ഡിജിറ്റൽ ഇടപാടായിരിക്കണമല്ലോ. പണമായിട്ട് കറൻസി ആയിട്ട് കൈമാറ്റം ചെയ്യാൻ സാധ്യമല്ലല്ലോ. ഇനി കറൻസി ആയിട്ടാണ് കൈമാറ്റം ചെയ്തിട്ടുള്ളതെങ്കിൽ അത് കള്ളപ്പണ ഇടപാടല്ലേ. അപ്പൊ സ്വാഭാവികമായിട്ട് അന്വേഷിക്കേണ്ടതല്ലേ. അപ്പൊ ഇവിടെ കേരളത്തിലെ പോലീസ് ഒരു FIR ഇടാതെ എങ്ങനെയാണ് ഇത് സംബന്ധിച്ച് അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ സാധിക്കുക? EDക്ക് എങ്ങനെയാണ് കേസെടുക്കാൻ സാധിക്കുക? അപ്പോൾ ഇത് അന്വേഷിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയുള്ള വളരെ ബോധപൂർവമായിട്ടുള്ള ഒരു പരിശ്രമം ഒരു വളരെ പെട്ടെന്ന് തന്നെ നടപടിയെടുത്ത് ഇതെല്ലാം കാർപ്പറ്റിനടിയിലേക്ക് തള്ളിമാറ്റി CPMന്റെ പ്രമുഖ നേതാക്കളെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ആസൂത്രിതമായിട്ടുള്ള ഒരു ശ്രമം നടക്കുന്നു എന്ന് ഞങ്ങൾ സംശയിക്കുകയാണ്. അങ്ങനെ സംശയിച്ചാൽ കേരളത്തിലെ ജനങ്ങൾക്ക് കുറ്റം പറയാൻ സാധിക്കില്ല. കാരണം റിയാസുമായി വളരെ ബന്ധമുള്ള ആളുകൾ, ഞാൻ ചോദിച്ചില്ല, PSC പോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദവി, PSC മെമ്പർ പദവി റിയാസ് അറിയാതെ കോഴിക്കോട് ജില്ലയിൽ നിന്ന് ഒരു അംഗത്തെ PSC അംഗമാക്കും, ഒരാളെ PSC അംഗമാക്കി എടുക്കുമെന്ന് സാമാന്യ ബുദ്ധിയുള്ള ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? കേരള രാഷ്ട്രീയത്തെക്കുറിച്ച് അറിയുന്ന ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? റിയാസിന് അറിവില്ലാതെ ഒരാൾ കോഴിക്കോട് നിന്നും PSC അംഗമായി വരുന്നത് സാധ്യമേ അല്ല. കോഴിക്കോട് നിന്ന് പോട്ടെ, കേരളത്തിൽ എവിടെയും സാധ്യമല്ല. അപ്പൊ ഈ റിയാസിനെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു പരിശ്രമം നടക്കുന്നുണ്ട്. റിയാസ് പരാതി കൊടുത്തു എന്നുള്ളതൊക്കെ അവരുടെ തന്നെ PR ടീം ഇറക്കുന്ന എക്സസൈസ് ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. കാരണം റിയാസിന്റെ പരാതി പുറത്തു വന്നിട്ടില്ല, അത്തരം ഒരു പരാതി പറയുന്നു. അതുപോലെ തന്നെ റിയാസിന്റെ പരാതി എന്നല്ല, അങ്ങനെ ഒരു കോഴപ്പരാതി എന്നല്ല, അങ്ങനെ ഒരു പരാതി ഇല്ല എന്നാണ് CPM ജില്ലാ സെക്രട്ടറി പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ മാധ്യമങ്ങളുടെ ഇതൊക്കെ വലതുപക്ഷ മാധ്യമങ്ങളുടെ എന്തോ ഗൂഢനീക്കം എന്ന നിലയ്ക്കാണല്ലോ പറഞ്ഞു. പിന്നെയാണല്ലോ ആ ഗൂഢനീക്കത്തിന്റെ ഭാഗമായി ഒരു സഖാവിനെ പൂർണ്ണമായി പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പരാതി കൊടുക്കുന്നത് കോഴിക്കോടല്ലോ, സംസ്ഥാന കമ്മിറ്റിയിലാണ് പരാതി കൊടുക്കേണ്ടത്. സംസ്ഥാന കമ്മിറ്റിയിൽ കൊടുത്ത പരാതി നേതാവാണ്. സംസ്ഥാന കമ്മിറ്റിയിൽ കൊടുത്ത പരാതി എന്നാണ് കേൾവി. ഇതൊക്കെ കേൾവിയാണ്. ഞാൻ അങ്ങനെയൊക്കെ എത്താം സന്ദീപ്. ശ്രീ ജിൻഡോ ജോൺ ഇവിടെ CPM പറയില്ല എന്താണ് ഇത് PSC കോഴ വാങ്ങി എന്ന് CPM പറയില്ല. അതിന്റെ വിശദീകരണ കുറിപ്പിൽ സൽപ്പേന് കളങ്കം ഉണ്ടാക്കി പാർട്ടി പ്രവർത്തനത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചു എന്നൊക്കെയാണ്. പക്ഷെ നമുക്കറിയാം CPM പോലൊരു പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ ഒരാളെ പുറത്താക്കണമെങ്കിൽ ശക്തമായ തെളിവ് വേണം. ഇവിടെ ശബ്ദരേഖാപരമായ തെളിവടക്കം പാർട്ടിക്ക് മുന്നിലുണ്ടെന്നാണ് കേൾവി. CPM എന്താണ് കാരണമെന്ന് പറഞ്ഞില്ലെങ്കിലും തിരുത്തൽ കാലത്ത് ഒരു കടുത്ത നടപടിയിലേക്ക് പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവിനെ അവിടെ നിന്ന് പുറത്താക്കുക എന്ന നടപടിയിലേക്ക് പോവുകയാണ്. അത് തിരുത്തൽ എന്ന് CPMന് വാദിക്കാവുന്നതുമാണ്. ജിൻഡോ, അല്ല
ഹാഷ്മി, അവരുടെ പാർട്ടിയിൽ അവർ തിരുത്തൽ വരുത്തുന്നതിന് നമുക്ക് എതിർപ്പൊന്നുമില്ല. അവർക്ക് തിരുത്താതിരിക്കാം, അതൊക്കെ അവരുടെ ഇഷ്ടം. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, എന്ത് തെറ്റാണ് തിരുത്തിയത്? എന്തായിരുന്നു തെറ്റ്? ഈ പ്രമോദ് കോട്ടൂളിയുടെ തെറ്റെന്താണെന്ന് പറഞ്ഞാലല്ലേ ആ തെറ്റാണ് തിരുത്തിയതെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതേവരെ CPM-ന്റെ കോഴിക്കോട് ജില്ലാ സെക്രട്ടറിക്കോ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഇടത് സഹയാത്രികനോ ആർക്കും, കേരളത്തിലെ ഒരു CPM നേതാവിനോ CPM സഹയാത്രികർക്കോ എന്തായിരുന്നു തെറ്റ്, എന്താണ് തിരുത്തിയത് എന്ന് പറയുന്നില്ല. അന്തരീക്ഷത്തിൽ നിന്നെടുത്ത് ഒരു തിരുത്തൽ അങ്ങ് നടത്തിക്കളയുക. പിന്നെ ഇവർ പറയുന്ന പുറത്താക്കിയെന്ന്, ഏറ്റവും ശക്തമായ നടപടിയാണ് സ്വീകരിച്ചതെന്ന് മനസ്സിലാക്കാം. ഏറ്റവും ശക്തമായ നടപടിയാണ് പുറത്താക്കി. എന്തിനാണ് പുറത്താക്കിയത് അതും മനസ്സിലാക്കുന്നില്ല. ജില്ലാ സെക്രട്ടറി പറയുന്നത് ഇത്രയും ദിവസം ഇവർ പറഞ്ഞുകൊണ്ടിരുന്ന മാധ്യമ ഗൂഢാലോചന, പ്രതിപക്ഷത്തിൻ്റെ പൊളിറ്റിക്കൽ അജണ്ട എന്നൊക്കെയാണ്. ഈ മാധ്യമ ഗൂഢാലോചനയുടെ പേരിൽ പാർട്ടിയുടെ ശക്തനായിട്ടുള്ള ഒരു നേതാവിനെ പുറത്താക്കാൻ മാത്രം വിഡ്ഢികളാണോ CPM-ന്റെ നേതാക്കന്മാർ? മാധ്യമങ്ങൾ ഗൂഢാലോചന നടത്തുമ്പോൾ അത് കണ്ട് പേടിച്ചിട്ട് സ്വന്തം പാർട്ടിയിലെ ഇത്രയും ശക്തനായിട്ടുള്ള പാർട്ടിയിലെ ഉന്നത നേതാക്കന്മാരുമായിട്ട് അടുത്ത ബന്ധമുള്ള വ്യവസായികളുമായിട്ട് അത്രയും വലിയ ബന്ധങ്ങളുള്ള ഒരു നേതാവിനെ പുറത്താക്കാൻ CPM-ന്റെ നേതൃനിരയിൽ ഇരിക്കുന്നവർക്ക് തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ? അങ്ങനെയൊന്നുമില്ല. അപ്പോൾ കേരളത്തിലെ പൊതുജനങ്ങൾ ഇതെല്ലാം കാണുന്നു എന്നുള്ള സാമാന്യ ബോധം പോലും ഇല്ലാതെയാണ് ഇവർ അഭിപ്രായം പറയുന്നത്. പാർട്ടിയുടെ സൽപ്പേര് കളങ്കമുണ്ടാക്കിയെന്ന്. ഈ പാർട്ടിക്ക് എന്താണ് സൽപ്പേര്? താങ്കൾ തന്നെ സൂചിപ്പിച്ചു, പ്രകാശ് ജാവദേക്കറിനെ കണ്ട LDF-ന്റെ കൺവീനർ EP ജയരാജൻ എന്തിന് കണ്ടു എന്ന് ഇതേവരെ കേരളത്തോട് പറഞ്ഞിട്ടില്ല. BJP-യുടെ സ്ഥാനാർത്ഥി, NDA-യുടെ സ്ഥാനാർത്ഥികൾ മിടുക്കന്മാരാണെന്ന് തെരഞ്ഞെടുപ്പ് സമയത്ത് EP ജയരാജൻ പറഞ്ഞത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് പറയുന്നില്ല. തെരഞ്ഞെടുപ്പിന് ശേഷമാണല്ലോ തിരുത്തു തുടങ്ങിയത്. അല്ല, ആയിക്കോട്ടെ. ജിൻഡോ ജോൺ ഇത് മാധ്യമങ്ങളോട് പുറത്തു പറയുന്നില്ലെങ്കിലും, ഞാൻ എൻ്റെ ചോദ്യം ആവർത്തിക്കുകയാണ്, മാധ്യമങ്ങളോട് പുറത്തു പറയുന്നില്ലെങ്കിലും എന്താണ് കാരണം എന്ന് ഒളിച്ചു വെക്കാൻ ശ്രമിച്ചാലും ഇനിയിപ്പോൾ താഴേക്കുള്ള റിപ്പോർട്ടിൽ ഒരുപക്ഷെ ഈ കാര്യങ്ങൾ പറയുമായിരിക്കും. അത് CPM പറയുമ്പോൾ പറയാതിരിക്കുകയോ ചെയ്യട്ടെ. പക്ഷേ അത് പുറത്തേക്ക് കൊടുക്കുന്ന സന്ദേശം എന്താണ്? ഇത്തരത്തിൽ അധമ ഇടപാടുകൾ നടത്തുന്നവർക്ക് ഈ പാർട്ടിയിൽ സ്ഥാനമില്ല എന്നൊരു സന്ദേശം കൊടുക്കുന്നില്ലേ ജിൻഡോ? അത് പോസിറ്റീവല്ലേ ആ പാർട്ടിയെ സംബന്ധിച്ച്? അല്ല, ആ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് പോസിറ്റീവാണെന്ന് ആ പാർട്ടിയിലെ സാധാരണപ്പെട്ട പ്രവർത്തകർ, ഈ അരിവാൾ ചുറ്റിക നക്ഷത്രം കാണുമ്പോൾ എല്ലാം മറന്നുകൊണ്ട് വോട്ട് ചെയ്യുന്ന CPM-കാർ തീരുമാനിക്കട്ടെ അത് പോസിറ്റീവായിട്ടുള്ള സ്റ്റെപ്പാണെന്ന്. അങ്ങനെ ഒരു തിരുത്തലിൻ്റെ മാതൃകയാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിന് ശേഷമല്ലേ ഈ TP ചന്ദ്രശേഖരനെ കൊന്നുകളഞ്ഞ കൊടും കുറ്റവാളികളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ സർക്കാർ നടത്തിയത്? ഈ തെരഞ്ഞെടുപ്പിൻ്റെ ശേഷം തെറ്റിതിരുത്തലിൻ്റെ നടപടി തുടങ്ങിയതിന് ശേഷമല്ലേ കാപ്പ കേസിലെയും വധശ്രമ കേസിലെയും കഞ്ചാവ് കേസിലെയും പ്രതികളെ മാലയിട്ട് സ്വീകരിച്ചുകൊണ്ട് കേരളത്തിൻ്റെ ആരോഗ്യ വകുപ്പ് മന്ത്രി മുദ്രാവാക്യം വിളിച്ച് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി മാലയിട്ട് സ്വീകരിക്കുന്നത് നമ്മൾ കണ്ടത്? അപ്പോൾ ഇതൊന്നും തിരുത്തലിൻ്റെ മാതൃകയല്ല. ഇവിടെ ഹസ്കർ പറഞ്ഞൊരു കാര്യമുണ്ട്, പണിയെടുക്കാതെ പണക്കാരാകുന്ന CPM നേതാക്കന്മാർ ഇപ്പോൾ CPM-ന്റെ പ്രാദേശിക തലത്തിൽ വലിയതായിട്ട് എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു എന്ന്. താങ്കളുടെ നിരീക്ഷണം ശരിയാണ്. കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് കേരളത്തിലെ പ്രതിപക്ഷവും മാധ്യമങ്ങളും പൊതുജനങ്ങളും പറയുന്ന ഒരു കാര്യമാണ്. താങ്കൾ അറിയാതെ പറഞ്ഞതാണോ എന്ന് എനിക്ക് സംശയമുള്ളൂ. താങ്കൾ പറഞ്ഞത് കറക്റ്റാണ്. ഇത്തരം പുഴുക്കുത്തുകളെ പുറത്താക്കാൻ വേണ്ടിയിട്ടാണ് ഈ നടപടി സ്വീകരിച്ചതെന്ന് താങ്കൾ പറയുന്നു. ഇത്രയും ദിവസം ഇത് ചർച്ച നടക്കുമ്പോൾ, ഈ PSC കോഴയുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച നടക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞത് മാധ്യമ സൃഷ്ടിയാണ്, പ്രതിപക്ഷത്തിന്റെ സൃഷ്ടിയാണ് എന്നൊക്കെയാണ്. നിയമസഭയിൽ മുഖ്യമന്ത്രി അടക്കം കേരളത്തിലെ ഭരണപക്ഷത്ത് നിൽക്കുന്ന മുഴുവൻ ആളുകളും അത് പറഞ്ഞത് ഇങ്ങനെ ഒരു സംഭവമില്ലെന്ന. ഇല്ലാത്ത സംഭവത്തിന്റെ പേരിൽ എന്താണ് നിങ്ങളുടെ ഇത്രയും ശക്തനായിട്ടുള്ള ഒരു നേതാവിനെ നിങ്ങൾ പുറത്താക്കിയത്? ഇനി പ്രമോദ് കോട്ടൂളിയുടെ ഭാഗത്തു നിന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ, പ്രമോദ് കോട്ടൂളി പോയി സമരം ചെയ്യേണ്ടത് പരാതി കൊടുത്ത ശ്രീജിത്തിന്റെ അടുത്തല്ല. ശ്രീജിത്ത് പരാതി കൊടുക്കേണ്ട പോലീസിലായിരുന്നു, അത് വേറൊരു കാര്യം, അതവിടെ നിൽക്കട്ടെ. പക്ഷെ ശ്രീജിത്തിന്റെ വീട്ടുപടിക്കലല്ല, ശ്രീജിത്ത് അല്ല പ്രമോദ് കോട്ടൂളിക്കെതിരെ നടപടിയെടുത്തത്, പാർട്ടിയാണ് നടപടിയെടുത്തത്. പാർട്ടി ഓഫീസിന്റെ മുമ്പിൽ എന്തുകൊണ്ടാണ് പ്രമോദ് കോട്ടൂളി ഇന്ന് സമരത്തിന് ഇരിക്കാതിരുന്നത്? അപ്പൊ ഇതൊക്കെ ചില തട്ടിപ്പുകളാണ്. പൊതുജനങ്ങളുടെ മുമ്പിൽ അവരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് ഈ പാർട്ടി നേതാക്കന്മാർ അഡ്ജസ്റ്റ്മെന്റുകൾ മാത്രമാണിത്. ശരി, സെൻവി ബാലകൃഷ്ണൻ, ഇവിടെ എൻ്റെ നാട് പന്തളത്താണ്. പത്തനംതിട്ട ജില്ലയിലെ പന്തളത്തിൻ്റെ രക്തസാക്ഷികളുണ്ട്. സഖാവ് ഭാനു, സഖാവ് നാരായണപിള്ള. 73 അന്ന് പട്ടിണിക്കാലത്ത് റേഷൻ തടയപ്പെട്ടപ്പോൾ ഉണ്ടായ സമരത്തിന്റെ ഭാഗമായി 12 ounce റേഷൻ എന്ന മുദ്രാവാക്യം വിളിച്ചും സമരത്തിലിറങ്ങി പോലീസിന്റെ വെടിയേറ്റ് മരിച്ച രക്തസാക്ഷികളാണ്. അതേ ജില്ലയിലാണ് ഈ പറയുന്ന കാപ്പ കേസ് പ്രതിയെ, ഒരു ഗുണ്ടയെ, ക്രിമിനലിനെ, SFIയെ കൊല്ലാൻ ശ്രമിച്ച RSSകാരെ, കഞ്ചാവ് വലിക്കുന്ന കഞ്ചാവ് കേസിലെ പ്രതിയൊക്കെ ഒരു പാർട്ടി മന്ത്രിയും അവിടുത്തെ ഉദയഭാനു എന്ന് പറഞ്ഞ അവിടുത്തെ ജില്ലാ സെക്രട്ടറിയോട് നിന്ന് രക്തസാക്ഷി മുദ്രാവാക്യം വിളിച്ച് പാർട്ടിയിലേക്ക് സ്വീകരിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. എന്നിട്ട് ഉളുപ്പില്ലാതെ ഈ ഗുണ്ടകൾക്ക് വേണ്ടി, ക്രിമിനലുകൾക്ക് വേണ്ടി ന്യായീകരിക്കുന്ന പാർട്ടി മന്ത്രിയെ കാണുന്നു, പാർട്ടി സെക്രട്ടറിയെ കാണുന്നു ഒരു സൈഡിൽ. മറു സൈഡിൽ പുറത്താക്കി എന്ന് പറയുന്നതല്ലാതെ മാതൃകാപരമായി ഇന്ന കാര്യത്തിൽ ഞങ്ങൾ പുറത്താക്കി എന്ന് പറയാൻ ധൈര്യമില്ലാതെ ഉറച്ചു നിൽക്കുന്ന പാർട്ടിയെ കാണുന്നു. ഏതു തിരുത്തലാണ് എൻ വി ബാലകൃഷ്ണൻ ഇവിടെ നടപ്പാവുന്നത്? എന്തു തിരുത്തലാണ്? ആഷ്മി കരുതുന്നത് പോലെ പാർട്ടി ഈ തിരുത്തൽ എന്ന് പറയുന്ന പ്രക്രിയ തെരഞ്ഞെടുപ്പിന് ശേഷം ആരംഭിച്ച ഒന്നുമല്ല. എല്ലാ കാലത്തും CPM-നകത്ത് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ഈ തിരുത്തൽ പ്രക്രിയ ഉണ്ട് എന്നാണ് വെപ്പ്.
തെറ്റുതിരുത്തൽ രേഖകൾ ഇങ്ങനെ ഇഷ്ടം പോലെ ഇപ്പം എൻ്റെ അലമാരകളൊക്കെ പരിശോധിച്ചാൽ അതിനകത്ത് ഒരുപാട് വർഷങ്ങളായി, കഴിഞ്ഞ 10-25 വർഷമായി തെറ്റുതിരുത്തൽ രേഖയായി അച്ചടിച്ച് തന്നിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലെന്തെങ്കിലും ഒന്ന് തിരുത്തിയോ എന്ന് ചോദിച്ചാൽ തിരുത്തിയില്ല. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് എന്താണ് പറയുക, വസ്തുനിഷ്ഠമായി കാര്യങ്ങളെ കാണുന്നതാണ്. കാരണം തെറ്റ് തിരുത്തേണ്ട ആളുകൾക്ക്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇപ്പൊ കോഴിക്കോട് ഉണ്ടായിട്ടുള്ള ഈ തെറ്റുകൾ ആരാണ് തിരുത്തുക? കോഴിക്കോട് ഈ പറഞ്ഞതുപോലെ 22 ലക്ഷം ഉറുപ്പിക വാങ്ങിച്ചിട്ട് PSC മെമ്പർ സ്ഥാനം വാങ്ങിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ, അല്ലെങ്കിൽ അതിന്റെ ഇടനിലക്കാരായി നിന്നിട്ടുള്ള ആളുകൾ, അവർക്ക് അവസരം ഉള്ളിടത്തോളം കാലം അവരെ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ ചെയ്യുക. അല്ലാണ്ട് ഒരു തെറ്റുതിരുത്തൽ രേഖയിൽ കടലാസിൽ എഴുതി വെച്ചു എന്നുള്ളതുകൊണ്ട് ആരെങ്കിലും നിർത്തുവോ? ഇപ്പൊ കോഴിക്കോട്ടെ CPM-നകത്തുള്ള നേതാക്കന്മാർ അവര് ഈ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്തുന്നത് ഇന്നും ഇന്നലെയാണോ? പാർട്ടിക്ക് അറിയാത്ത കാര്യമാണോ? പാർട്ടിക്ക് അറിയാത്ത കാര്യമൊന്നുമല്ലല്ലോ, ഇത് കാലാകാലമായി നടന്നുകൊണ്ടിരിക്കുന്നു. പാർട്ടിയുടെ ഉന്നത നേതാക്കന്മാരുമായി ബന്ധപ്പെട്ടാണ് ഈ റിയൽ എസ്റ്റേറ്റ് ഏർപ്പാടുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇനിയിപ്പോൾ ഞാൻ അഡ്വക്കേറ്റ് അസ്കർ ഉൾപ്പെടെയുള്ളവരോട് ചോദിക്കുകയാണ്, നിങ്ങളിങ്ങനെ ശരീരം വിയർക്കാതെ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ നിമിഷ നേരം കൊണ്ട് പണക്കാരാവുന്നു പാർട്ടി ഉപയോഗിച്ച് അത്തരക്കാരെ തെരഞ്ഞു പിടിച്ച് പാർട്ടി പുറത്താക്കുകയാണ് ചെയ്യുന്നതെന്നാണല്ലോ അദ്ദേഹം പറയുന്നത്. ആയിക്കോട്ടെ, ഞാൻ അദ്ദേഹത്തോട് പറയാണ്, CPM-ന്റെ കോഴിക്കോട് ജില്ലാ നേതൃത്വത്തിലുള്ള ഓരോ സഖാക്കളെയും നിങ്ങൾ എടുക്കുക. എന്നിട്ട് അവരെങ്ങനെയാണ് അവരുടെ ആദ്യത്തെ ഈ പാർട്ടിക്കകത്തെ തുടക്കകാലത്തെ അവരുടെ നില എന്തായിരുന്നു, അവരുടെ സാമ്പത്തിക സ്രോതസ്സുകൾ എന്താണ്, രാഷ്ട്രീയ പ്രവർത്തനമല്ലാതെ മറ്റെന്തെങ്കിലും തൊഴിൽ അവർ ചെയ്തിട്ടുണ്ടോ, ഇന്ന് അവരുടെ സാമ്പത്തിക നില എന്താണ്? ഇതിന് വലിയ മറ്റു വേറെ പ്രശ്നങ്ങളൊന്നും വേണ്ടല്ലോ, തെറ്റുതിരുത്തുന്നതിന് വലിയ വേറെ കാര്യങ്ങളൊന്നും പോകണ്ട. ഇങ്ങനെ ഒരു പരിശോധന നടത്തിയാൽ കോഴിക്കോട് ജില്ലാ നേതൃത്വത്തിൽ ഇരിക്കാൻ എത്ര പേര് കാണും CPM-നകത്ത്? അപ്പൊ ഇതൊക്കെ ആളുകളെ കബളിപ്പിക്കുന്നതിന് വേണ്ടി നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുറെ വാചോടപങ്ങൾ മാത്രമാണ്. അതിനപ്പുറത്ത് ഇവിടെ കുന്നമംഗലത്ത് അങ്ങയുടെ പേരുള്ള ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു സഖാവ് അടിയന്തരാവസ്ഥ മുതൽ പാർട്ടി മെമ്പറായിരുന്ന ആളാണ്. ഇപ്പോഴും ട്രേഡ് യൂണിയന് വേണ്ടി സ്വന്തം പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് നടന്ന ആളാണ് ബാലകൃഷ്ണൻ. എന്തോ തെറ്റ് പറഞ്ഞതിന്റെ പേരിൽ അവിടുത്തെ ഏരിയ സെക്രട്ടറി വിളിച്ച് പറഞ്ഞത് ബാലകൃഷ്ണൻ അടിച്ചതിന്റെ കണ്ണു പൊട്ടിക്കുമെന്നാണ്. എന്ന് പറഞ്ഞാൽ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഈ പോക്ക് ശരിയല്ല എന്ന് പറഞ്ഞേ ഉള്ളൂ. മോഹൻ എന്ന് പറഞ്ഞൊരു സഖാവും ബാലകൃഷ്ണൻ പറഞ്ഞ സഖാവും ബാലകൃഷ്ണൻ അടിച്ചതിന്റെ കണ്ണു പൊട്ടിക്കും എന്നാണ് വരട്ട്. ഇപ്പോഴും അയാൾ ഏരിയ സെക്രട്ടറിയാണ് ഇപ്പോഴും. അതെ, എന്തുകൊണ്ടാണ് അങ്ങനെ സംസാരിക്കേണ്ടി വരുന്നത്? അങ്ങനെ സംസാരിക്കേണ്ടി വരുന്നത് ഇപ്പൊ CPM-ന്റെ ഒരു ഏരിയ സെക്രട്ടറി ആണെങ്കിൽ, അതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി പ്രവർത്തിക്കുന്നതാണെങ്കിൽ, ഇങ്ങനൊരു ആക്ഷേപം ഒരു സഖാവ് പറഞ്ഞാൽ അയാളെ വിളിച്ച് ഇരുത്തി അയാളോട് സംസാരിച്ച് അയാൾക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്താണെന്ന് കേട്ട് അതിൽ വസ്തുതാപരമല്ലാത്ത കാര്യങ്ങൾ, അത് ഇന്ന കാര്യം കൊണ്ട് വസ്തുപരമല്ല ആളെ ബോധ്യപ്പെടുത്തി അയാളോടൊപ്പം പാർട്ടിയോടൊപ്പം ചേർത്ത് നിർത്തി പോകാൻ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറിക്ക് സാധിക്കും. പക്ഷേ കുന്നമലത്തെ ഏരിയ സെക്രട്ടറി നമ്മൾ കുറ്റം പറഞ്ഞുകൊണ്ട് കാര്യമല്ല. കാരണം അയാൾ ഈ പുതിയ കാലത്തെ പാർട്ടി കണ്ടിട്ടു. അദ്ദേഹം എനിക്കറിയാം, ഞാനൊക്കെ പാർട്ടിയുടെ ബഹുമാനപ്പെട്ട ജില്ലാ സെക്രട്ടറിയുടെ ധാർമ്മിക രോഷം വഴിഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. ഇന്നും വഴിഞ്ഞൊഴുകുന്ന ധാർമ്മിക രോഷം എന്താണ് ഈ പറഞ്ഞ മാധ്യമങ്ങൾ വാർത്ത കൊടുത്തു എന്ന പേരിൽ? അല്ല, പ്രശ്നം ഇതാണ്, അതിൽ നമ്മളവരെ കുറ്റപ്പെടുത്തിയതുകൊണ്ട് ഒരു പ്രയോജനമില്ല. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഒരു രീതി മാത്രമേ പാർട്ടിക്ക് അറിയൂ, ഇത് മാത്രമേ ഗത്യന്തരമുള്ളൂ. ഇപ്പൊ മോഹൻ മാഷക്ക് പത്രമാധ്യമങ്ങളുടെ മുമ്പിൽ വന്നു നിന്ന് ഞങ്ങളുടെ ഒരു പാർട്ടി സഖാവ് ഇന്ന രൂപത്തിലുള്ള കുറ്റങ്ങളാണ് ചെയ്തത്, ആ കുറ്റങ്ങൾ ചെയ്തെന്ന് പറയുന്നത് പാർട്ടി വിരുദ്ധമായ പാർട്ടി പ്രവൃത്തിയാണ്, ഒരിക്കലും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സംഭവിക്കാൻ പാടില്ലാത്തതാണ്. അതുകൊണ്ട് അച്ചടക്ക നടപടി എന്ന നിലയിൽ ഞങ്ങൾ ചില നടപടികൾ സ്വീകരിക്കുകയാണ്. അയാളെ പാർട്ടിയുടെ ഏറ്റവും ക്യാപിറ്റൽ പനിഷ്മെന്റ് ആയ പാർട്ടി അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുകയാണ്. അദ്ദേഹത്തിന് ഒരു പാർട്ടി അനുഭാവിയായി തുടരാം, പാർട്ടി അനുഭാവിയായി തുടർന്ന് തെറ്റുകളൊക്കെ തിരുത്തി നാളെ ഒരു നാൾ ആക്കി വേണമെങ്കിൽ പാർട്ടിയിലോട്ട് വരാം. ഇതാണല്ലോ പാർട്ടിയുടെ രീതി. പക്ഷെ ഇതുപോലെ മാധ്യമ പ്രവർത്തകരോട് പറയാൻ പറ്റില്ല. കാരണം പറയുമ്പോൾ അടുത്ത ചോദ്യത്തിന് ഉത്തരം പറയാൻ അയാൾ ബാധ്യസ്ഥനായി തീരും. എന്താണ് ഇപ്പൊ 22 ലക്ഷം ഉറുപ്പിക വാങ്ങിച്ചു എന്ന് പറയുന്നത്? നേരത്തെ സന്ദീപ് വാര്യർ ചോദിച്ചൊരു പ്രശ്നമുണ്ട്, ഡിജിറ്റലായിട്ടല്ലാതെ ഇത് കൈകാര്യം ചെയ്യാൻ പറ്റില്ലല്ലോ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഡിജിറ്റലായിട്ടാണ് കൈകാര്യം ചെയ്തത്. 22 ലക്ഷം ഡിജിറ്റലായി കൈകാര്യം ചെയ്തതിന്റെ ബാങ്ക് നോട്ട്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വെച്ചാണ് പരാതി പോയിട്ടുള്ളത്. അങ്ങനെ പരാതി വരുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഈ 22 ലക്ഷം വാങ്ങി എന്ന് നിഷേധിക്കാൻ പറ്റില്ല. അങ്ങനെ നിഷേധിക്കാതിരിക്കുമ്പോൾ ഇത് PSC അംഗത്വത്തിനുള്ള കാശാണ് എന്ന് സ്ഥാപിക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നമുണ്ട്. അപ്പൊ സ്വാഭാവികമായും ഒരാൾക്ക് PSC അംഗത്വം വാങ്ങിക്കൊടുക്കുക എന്ന് പറയുന്നത് ഈ പ്രമോദ് കോട്ടൂളി മാത്രം വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല. അതിന് അപ്പുറം ഇപ്പുറമൊക്കെ ആളുകൾ വേണം, മറ്റു കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്യാൻ വേണം. അപ്പോൾ അന്വേഷണം അവരിലേക്ക് എത്തേണ്ടി വരും. അപ്പൊ അതൊക്കെ ഒഴിവാക്കാൻ കഴിയണമെങ്കിൽ പറ്റുന്ന റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ആണ്. പ്രമോദ് കോട്ടൂളി എന്ന് പറയുന്ന മനുഷ്യൻ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകളും അതുപോലെ തന്നെ ഇതുപോലുള്ള കാര്യങ്ങളിലൊക്കെ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. പ്രമോദ് കോട്ടൂളിയെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, വളരെ സജീവമായിട്ട് കാര്യങ്ങളൊക്കെ ഇടപെടാൻ
ശേഷിയുള്ള വളരെ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കക്ഷിയാണ്. സ്വാഭാവികമായിട്ടും ആൾക്ക് ഇത്തരത്തിൽ നഗരത്തിനകത്ത് വലിയ തോതിലുള്ള സാധ്യതകളും കാര്യങ്ങളും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതൊക്കെ എല്ലാ കാലത്തും നന്നായി ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ആൾ തന്നെയാണ്. അദ്ദേഹം എൻ്റെ ബാങ്ക് അക്കൗണ്ട് കാണിച്ചതില്ല എന്നൊക്കെ പറയുന്നത് അതൊക്കെ വെറും വർത്തമാനങ്ങൾ മാത്രമാണ്. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. പക്ഷെ അപ്പോഴും പ്രമോദ് കോട്ടൂളിയെ പോലെ ഒരു മനുഷ്യൻ മാത്രം വിചാരിച്ചാൽ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ അക്സറോട് ഞാൻ ഉന്നയിച്ച ഒരു പ്രശ്നത്തിന് അദ്ദേഹം കേട്ടതായി പോലും നടിച്ചില്ല. അദ്ദേഹം പറയേണ്ട ഒരു കാര്യം, അദ്ദേഹം ഒരു മാർക്സിസ്റ്റ് ആണെന്നാണല്ലോ പറയുന്നത്. മാർക്സിസ്റ്റുകളാണെങ്കിൽ വസ്തുനിഷ്ഠമായിട്ടാണ് കാര്യങ്ങളെ വിലയിരുത്തുക. എന്താണ് സംഭവിച്ചത് നോക്കുക. ഞാൻ അദ്ദേഹത്തോട് ഒരു താരതമ്യം ചോദിച്ചു. ജോർജൻ തോമസിന്റെ പേരിൽ എന്തിനാണ് പാർട്ടി നടപടിയെടുത്തത്? എങ്ങനെയാണ് ജോർജൻ തോമസിനെ പോലെ ഒരാളെ സസ്പെൻഡ് ചെയ്ത് പാർട്ടിക്കകത്ത് നിർത്താൻ കഴിയുന്നത്? അപ്പോ ആ ജോർജൻ തോമസ് ചെയ്തതിനേക്കാൾ അത്ര ഭയാനകമായ മറ്റെന്തോ കുറ്റമായിരിക്കേണ്ട ഇയാൾ ചെയ്തിട്ടുണ്ടാവും. സ്ത്രീ പീഡനത്തെക്കാൾ വലുതാണോ റിയൽ എസ്റ്റേറ്റ്? സ്ത്രീ പീഡനത്തെക്കാൾ വലുതാണോ റിയൽ എസ്റ്റേറ്റ്? ഗുരുതരമായ സ്ത്രീപീഡന പരാതികൾ ഉയർന്ന ഒരു സഖാവിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാതെ സസ്പെൻഷനിൽ നിർത്തി പിന്നെ തിരികെ എടുത്ത് ഏറ്റവും ഉന്നത പദവിയിലേക്ക് നയിച്ച പാർട്ടിയാണെന്നേ. അതിനേക്കാൾ വലിയ പരാതിയാണ് 10 പൈസ ഉണ്ടാക്കി എന്നുള്ള പരാതി. അതെ, അങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ ഞാനത് അങ്ങ് പറഞ്ഞു പോകുന്നത്. സാധാരണ പാർട്ടി സഖാക്കളുടെ വികാരം ഉണ്ടല്ലോ, അവർ അങ്ങേയറ്റം പ്രയാസപ്പെട്ട് നിൽക്കുകയാണ്. ഇതിന്റെ മുമ്പിൽ അവർ പകച്ചു നിൽക്കുകയാണ്. അവർക്ക് എന്താണ് തങ്ങളുടെ പാർട്ടിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്ക് മനസ്സിലാവുന്നില്ല. ഇതൊരു ചരിത്രപരമായ അനിവാര്യതാണെന്നുള്ളതൊക്കെ വേറെ പ്രശ്നം. മാസത്തെ ഒരു തിയറിയും അതിന്റെ ഭാഗമായിട്ടുള്ള അതിന്റെ പ്രയോഗങ്ങളൊക്കെ മനസ്സിലാക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ദുഃഖിച്ചിരിക്കാവുന്നതിൽ കവിഞ്ഞ് വേറെ ഒന്നും ചെയ്യാനില്ല. കാരണം ഇത് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ സമ്പൂർണ്ണമായ ഒരു തകർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനത്തിനകത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്, അതിന്റെ ലക്ഷണങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ സാധാരണ പറയില്ലേ, ലോകാവസാനത്തെ കുറിച്ച് ഖുർആനിൽ പറയുന്നതിനെ കുറിച്ച് ഭഗവത്ഗീതയിൽ പറയുന്നതിനെ കുറിച്ചൊക്കെ പറയും, അതിന്റെ ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്നതിനെ കുറിച്ച്. അതുപോലെ ഈ പ്രസ്ഥാനം അതിന്റെ അന്ത്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നതിന്റെ ലക്ഷണങ്ങളാണ് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനൊരു നാശം ഒരു പ്രസ്ഥാനത്തിന് ഉണ്ടാകുമ്പോൾ അതിന്റെ വഴി നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന അപകടങ്ങളെ കുറിച്ച്, ഭയാനകമായ അപകടങ്ങളിലേക്കാണ് ഒരു സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം, ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ ബന്ധം നമ്മൾ ഒരുപാട് ചകഞ്ഞൊന്നും പോവണ്ട. BJP-യുടെ ആളുകളാര്, അതുപോലെ തന്നെ കോൺഗ്രസിന്റെ ആളുകളാണ്, ഇതിനെക്കുറിച്ചൊന്നും ഞാനിപ്പോൾ എന്തായാലും ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ എനിക്ക് വിശ്വസനീയമായ ഒരു സോഴ്സിൽ നിന്ന് പറഞ്ഞത് അവിടെ ഒരു കൺസോർഷ്യം ഉണ്ട്. സന്ദീപ് പറഞ്ഞ മട്ടിൽ ഈ പറഞ്ഞ ബിസിനസ് ഹോർഡിംഗ്സുകൾ വിറ്റ് കച്ചവടമാക്കുന്ന ഒരു കൺസോർഷ്യം ഉണ്ട്. ആ കൺസോർഷ്യത്തിൽ പാർട്ടി ഭേദമന്യേ എൻ വി ബാലകൃഷ്ണൻ ഈ കാശിനെ, തുട്ടിനെ, കോടികൾക്ക്, ലക്ഷങ്ങൾക്ക് പാർട്ടിയൊന്നും ഇല്ലാന്നേ. അതിന്റെ മതം, അതിന്റെ രാഷ്ട്രീയം, അതിന്റെ ജാതിയൊക്കെ പണത്തോടുള്ള ആർത്തി മാത്രമാണ്. ആ ആർത്തിയുടെ ഒരു കൺസോർഷ്യത്തിൽ എല്ലാ പാർട്ടിക്കാരും ചേർന്ന ഒരു കൺസോർഷ്യം അവിടെ ഇങ്ങനെ പ്രവർത്തിക്കുന്നത് കേൾക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല. ഞാൻ അങ്ങനെയൊക്കെ എത്താം. എൻ വി ബാലകൃഷ്ണൻ, ശ്രീ ഹസ്കർ, ഇവിടെ കണ്ണൂരിൽ മനു തോമസ് വെല്ലുവിളിച്ചത് സാധാരണക്കാരനല്ല, സാക്ഷാൽ P ജയരാജനെയാണ്. ആരെങ്കിലും P ജയെ പ്രതിരോധിക്കാൻ രംഗത്ത് വന്നോ? മനു തോമസിന്റെ വായിൽ കോലിട്ട് കുത്തി അറിയാവുന്ന പാർട്ടി രഹസ്യങ്ങൾ പറയിക്കേണ്ട എന്ന തന്ത്രപരമായ നിലപാട് സ്വീകരിച്ചു ആരൊക്കെ? MV ജയരാജൻ അടക്കം സംസ്ഥാന നേതൃത്വം. മനു തോമസിന്റെ വെല്ലുവിളി ഏറ്റെടുക്കണമെങ്കിൽ, പ്രമോദ് കോട്ടൂൾ ഇന്നിപ്പോൾ വെല്ലുവിളിക്കുന്നുവെങ്കിൽ ഏറ്റെടുക്കണമെങ്കിൽ, പോയി പണി നോക്ക് എന്ന ആർജവത്തിൽ പറയണമെങ്കിൽ പാർട്ടി ഷെൽഫിൽ അധമ രഹസ്യങ്ങളുടെ അസ്ഥികൂടങ്ങൾ ഉണ്ടാകാൻ പാടില്ല. ശ്രീ ഹസ്കർ, അസ്ഥികൂടങ്ങൾ ഉണ്ടെങ്കിൽ കമാന്ന് മിണ്ടാതിരിക്കാനേ കഴിയൂ. ഹഷ്മി, നിങ്ങൾക്ക് പാർട്ടിക്കുള്ളിൽ ഇത്തിങ്ങനെ അധമ രഹസ്യങ്ങളുടെ അസ്ഥികൂടങ്ങൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു എന്ന തോന്നലുണ്ടാക്കാൻ മാത്രമേ ഇതുവരെയും കഴിഞ്ഞിട്ടുള്ളൂ. നിങ്ങൾ ആ തോന്നലുകൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് നിങ്ങളുടെ വാക്കുകളും നിങ്ങളുടെ മാധ്യമ ഊർജവും കളഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അവിടെയാണ് നിങ്ങൾക്ക് പിശക് പറ്റുന്നത്. നിങ്ങൾ എന്തിന് CPM-നെ മാത്രം ഒറ്റപ്പെടുത്തി നിങ്ങൾ ഇങ്ങനെ ചർച്ചകൾ സംഘടിപ്പിക്കുന്നു? നിങ്ങൾ തന്നെ പറയുന്നല്ലോ, നിങ്ങൾക്ക് സോഴ്സിൽ നിന്ന് കിട്ടിയ വിവരമനുസരിച്ച് BJP-യുടെയും കോൺഗ്രസിന്റെയും നേതാക്കന്മാരടക്കമുള്ള ഒരു കൺസോർഷ്യമുണ്ട് കോഴിക്കോട് നിന്നെങ്കിൽ. എന്തുകൊണ്ട് അവരുടെ പേര് നിങ്ങൾ പറയുന്നില്ല? നിങ്ങൾക്ക് പറയണമെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായ ഒരു അജണ്ടയുണ്ട്. ആ അജണ്ടയും അതിനുശേഷം ആ അജണ്ടയ്ക്കനുസരിച്ച് നിങ്ങളുടെ മാധ്യമ ധർമ്മം നിർവഹിക്കുന്നു. അതുകൊണ്ടാണ് നിങ്ങളുടെ വാക്കുകൾക്ക് വിലയില്ലാതെ പോകുന്നത്. പാർട്ടി മെമ്പർ പ്രതിയാണെന്ന് കണ്ടെത്തി, പാർട്ടി മെമ്പറെ പുറത്താക്കി, പാർട്ടി ഇടപെട്ട് കട്ടപ്പണം തിരികെ കൊടുപ്പിച്ചു. കേസിൽ വാദിയില്ല, പ്രതിയില്ല, കാരണം എന്താണെന്ന് ഇപ്പോഴും ഇരുമ്പ് പറ. എന്നിട്ട് ഹസ്കർ വന്നിരുന്ന് പറയും ഇതൊക്കെ മാധ്യമ അജണ്ട. നിർത്തിക്കൂടെ സർ ഈ ഇടപാട്? നിർത്തിക്കൂടെ? ഇത്രയും തിരിച്ചടി കിട്ടുമ്പോഴും ഈ പറഞ്ഞ ജനങ്ങളെ പിന്നെയും കുത്തിയകറ്റുന്ന നിലപാടുകൾ ഞാൻ അങ്ങനെ വ്യക്തിപരമായി പറയുന്നതല്ല. പ്രശ്നം അങ്ങനല്ല. CPM-നുള്ളിൽ ഒരു ആഭ്യന്തര പ്രശ്നം, അതിൽ പാർട്ടി സഖാവിനെ പുറത്താക്കുന്നു. അതിൽ വലിയ രാഷ്ട്രീയ പ്രാധാന്യമില്ല. നിങ്ങൾ അതിനെ രാഷ്ട്രീയ പ്രാധാന്യത്തോടു കൂടി കൽപ്പിച്ചുകൊണ്ട് ചർച്ച ചെയ്ത് സമയം മെനക്കെടുത്തുന്നു. അതാണ് മാധ്യമ അജണ്ട എന്ന് ഉദ്ദേശിക്കുന്നത്. അതാണ് മാധ്യമങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. CPM-നുള്ളിൽ നിന്ന് CPM-ന് ചേരാത്ത വിധം, സമൂഹത്തിന് ചേരാത്ത വിധം ഒരാളെ പുറത്താക്കിയിരിക്കുന്നു. പാർട്ടിയുടെ സൽപ്പേരിനും സമൂഹത്തിന്റെ സൽപ്പേരിനും കളങ്കപ്പെടുത്തിയിരിക്കുന്നു.
അങ്ങനെയാണ് ഒരാളെ പുറത്താക്കിയിരിക്കുന്നത്. മനു തോമസിനെ പോലുള്ള ആളുകൾ പാർട്ടി വിട്ടുപോയതിനു ശേഷം പാർട്ടിയുടെ ഏറ്റവും സക്രിയമായി നിൽക്കുന്ന ഒരു നേതാവിനെതിരെ ആരോപണം ഉന്നയിക്കുന്നു. നാളിതുവരെ കേരളം കേട്ടിട്ടില്ലാത്ത ആരോപണങ്ങളാണ് മനു തോമസ് ഉന്നയിച്ചിട്ടുള്ളത്. അതിൽ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അതിനെ പ്രതിരോധിക്കുകയാണോ വേണ്ടത്? അതിൽ നിശബ്ദത പ്രവർത്തനമായി തന്നെയാണ് പി ജയരാജനെ മനു തോമസ് ചെയ്ത് എന്താണ്? വരൂ പി ജെ, നമുക്കൊരു മേശയ്ക്കിരുപുറം ഇരിക്കാം, നമുക്ക് ചർച്ച ചെയ്യാം. താങ്കൾക്ക് എന്നെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ ലോകത്തോട് പറയൂ, താങ്കളെ പറ്റി അറിയാവുന്ന കാര്യങ്ങൾ ഞാനും പറയാം എന്ന് വെല്ലുവിളിക്കുകയാണ്. മിണ്ടിയോ പിന്നെ പി ജെ? എം വി ജയരാജൻ പിന്നെ മിണ്ടിയോ? എം വി ഗോവിന്ദൻ മിണ്ടിയോ? ആരെങ്കിലും മിണ്ടിയോ? ആരെങ്കിലും പി ജെക്ക് അനുകൂലമായി നിന്നോ? ഹസ്കർ, എന്തുകൊണ്ടാണ് മനു തോമസിനെ കൊണ്ട് കൂടുതൽ പറയിക്കണ്ട എന്ന തീരുമാനമാണ്? ആരെങ്കിലും ഒരാൾ വിചാരിച്ചാൽ അല്ലെ, നമ്മുടെ നാട്ടിലൊരു വലിയ കുഴപ്പമുണ്ട്. ആരെങ്കിലും ഒരാൾ ഏതെങ്കിലുമൊക്കെ ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉന്നയിച്ചാൽ അത് കേൾക്കാനും അത് കേട്ട് ആത്മരതിയിൽ ആനന്ദ ലബ്ധിയിൽ ഇനി എന്തു വേണമെന്ന് അർത്ഥത്തിൽ അഭിരമിക്കുന്നതിനു വേണ്ടി കുറേ ആളുകളുണ്ട്. അത്തരം ആളുകൾക്ക് വേണ്ടിയാണ് ഇത്തരം ആളുകൾ ഇങ്ങനെ വാക്കുകൾ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. അതിനെ പ്രതിരോധിക്കുക എന്ന് പറയുന്നത് മിണ്ടാതിരിക്കുന്നത് കൊണ്ട്, ആ സൈലൻസ് കൊണ്ട് തന്നെ അത് പ്രതിരോധിക്കാനാവും. അതുതന്നെയായിരുന്നു കണ്ണൂരിൽ സംഭവിച്ചിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾ പ്രമോദ് കോട്ടൂളിയുടെ വിഷയം എടുക്കുന്നു. നിങ്ങൾ എന്തുകൊണ്ട് കോൺഗ്രസിൻ്റെയും BJP-യുടെയും നേതാക്കന്മാരുടെ പേരെടുത്ത് പറയാൻ പോലുമുള്ള ധൈര്യം നിങ്ങൾക്കില്ല? അവിടെയാണ് നിങ്ങളുടെ പ്രശ്നം. ആ ധൈര്യമില്ലായ്മയാണ് പേരൊക്കെ പുറത്തു വരുന്ന കാലത്ത് പുറത്തു വരട്ടെ. വാർത്ത കൊടുക്കാൻ എന്താണ് ധൈര്യക്കുറവ്? എന്താണ് ധൈര്യക്കുറവ്? പ്രകാശ് ജാവദേക്കർ പി ജയരാജന്റെ വീട്ടിൽ പോയി കണ്ടു. വാർത്ത കൊടുക്കാൻ എന്തെങ്കിലും ധൈര്യക്കുറവ് ആരെങ്കിലും കാണിച്ചോ? ഇല്ലല്ലോ. ഭാസ്കർ, പ്രകാശ് ജാവദേക്കർ പി ജയരാജന്റെ വീട്ടിൽ പോയി കണ്ടു. എന്തോ ദുരൂഹ ഇടപാട്. ആ വാർത്ത അറിഞ്ഞു കൊടുക്കാതെ ആരും ധൈര്യക്കുറവ് കാണിച്ചോ? വരട്ടെ. അങ്ങനെ ഒരു കൺസോർഷ്യം ഉണ്ടെങ്കിൽ, ആ കൺസോർഷ്യത്തിൽ BJP-യുടെ പ്രധാനപ്പെട്ട നേതാക്കൾ ഉണ്ടെങ്കിൽ, എന്റെ സോഴ്സ് എന്നോട് പറഞ്ഞ് സത്യമാണെങ്കിൽ വിവരങ്ങൾ പുറത്തേക്ക് വരട്ടെ. നമ്മൾ വാർത്ത കൊടുക്കും. ഒരു പേടിയ കാര്യത്തിലില്ല. ഞാൻ അങ്ങനെയൊക്കെ എത്താം. ഭാസ്കർ, സന്ദീപ് വാര്യർ, ഇവിടെ ഇനി ഈ പറഞ്ഞ പ്രമോദ് കോട്ടൂളിക്ക് ഒരുപാട് രഹസ്യങ്ങളുടെ കൂമ്പാരമുണ്ട്. അല്ലെങ്കിൽ താങ്കൾ പറയുന്നത് പോലെ റിയാസുമായി അയാൾക്ക് ബന്ധമുണ്ട്. അയാളെ പുറത്തേക്ക് വിട്ടാൽ അയാൾക്ക് പുറത്തു പറയാൻ കഴിയുന്ന രഹസ്യങ്ങളുടെ ഒരുപാട് കാര്യങ്ങൾ, ആവനാടിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പുറത്താക്കാൻ ധൈര്യപ്പെടുമോ CPM? ഇത് CPM പുറത്താക്കുകയാണ്. ഇപ്പം അതിനുശേഷം CPM ഉണ്ടെന്നില്ല, ശരി. പക്ഷെ CPM പുറത്താക്കുകയാണ്. അതൊരു ധൈര്യമല്ലേ സന്ദീപ് വാര്യർ? കോട്ടൂളി എന്ത് പറഞ്ഞോട്ടെ എന്ന് ധൈര്യമല്ലേ? ഞാൻ അതിന് മുമ്പ് മറ്റ് ചില കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം ഇവിടെ ശ്രീ ഹസ്കർ ചോദിക്കുന്നുണ്ടായിരുന്നു എന്തുകൊണ്ട് കോൺഗ്രസ്സുകാരുടെ പേര് പറയുന്നില്ല, BJP-ക്കാരുടെ പേര് പറയുന്നില്ല. ഇനി നിങ്ങളുടെ വാദപ്രകാരം അതിൽ ഏതെങ്കിലും BJP-ക്കാരൻ ഉണ്ടെന്നിരിക്കട്ടെ. ഇവിടെ കോർ ഇഷ്യൂ എന്താണ്? കോർ ഇഷ്യൂ CPM എന്ന് പറയുന്ന പരിപാവനമായ പാർട്ടിയിൽ ഒരു തുക്കട നേതാവ് 22 ലക്ഷം രൂപ വാങ്ങിയതിന് അയാളെ പിടിച്ച് പുറത്താക്കി CPM-ന്റെ പ്രതിച്ഛായ സംരക്ഷിച്ചു എന്നുള്ള അങ്ങനെ ഒരു പ്രശ്നമല്ല ഇവിടെ ഉള്ളത്. അല്ലെങ്കിൽ CPM-ന്റെ പ്രതിച്ഛായക്ക് കളങ്കമേറ്റു, അതൊന്നുമല്ല പ്രശ്നം. അതിലുപരിയായിട്ട് കേരളത്തിലെ ലക്ഷക്കണക്കിന് യുവാക്കളുടെ ഏക പ്രതീക്ഷയായിട്ടുള്ള പബ്ലിക് സർവീസ് കമ്മീഷന്റെ അംഗത്വം വിൽപ്പനയ്ക്ക് വെച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കോർ ഇഷ്യൂ. അതിലേക്ക് ചർച്ച വരുന്നതേ ഇല്ല. അപ്പോൾ PSC അംഗത്വം വിൽപ്പനയ്ക്ക് വെച്ച് അത് ഒരു മന്ത്രിയുടെ സുഹൃത്ത്, ഈ കേരളത്തിലെ മുഖ്യമന്ത്രി കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും സ്വാധീന ശക്തിയുള്ള മന്ത്രി, മുഖ്യമന്ത്രിയുടെ മരുമകൻ, ആ മുഖ്യമന്ത്രിയുടെ മരുമകൻ മന്ത്രിയുടെ സുഹൃത്ത് ആണ് ഇപ്പൊ പുറത്തായ ആൾ. അതുകൊണ്ട് തന്നെ അതിന്റെ രാഷ്ട്രീയ പ്രാധാന്യം എന്ന് പറയുന്നത് വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഗവൺമെന്റിന്റെ മുഖം സംരക്ഷിക്കുക PSC-ക്ക് മേൽ ഉയർന്നിട്ടുള്ള ആക്ഷേപമാണ്. ഇത് അന്വേഷിക്കപ്പെട്ടാൽ, ഇതിന്റെ അന്വേഷണത്തിന്റെ ഏതെങ്കിലും ഘട്ടത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതിന് ബാക്കിയുള്ള ആളുകൾ, ഇതിൽ ഒരു പ്രമോദ് കോട്ടൂളി എന്ന് പറയുന്നത് ഒരു തുക്കട നേതാവാണ്. ആ തുക്കട നേതാവിലപ്പുറം ഇതിൽ പല വലിയ മീനുകളുമുണ്ട്. ആ മീനുകളിലേക്ക് അന്വേഷണം പോകരുത്. കോട്ടൂളിയൊക്കെ ഭീഷണിപ്പെടുത്തി നിർത്താൻ ഈ CPM-ന് അറിയാം. ഈ കോട്ടൂളിക്കെതിരെ നേരത്തെയും CPM സംഘടനാ നടപടി എടുത്തിട്ടുണ്ട് എന്നാണ് എൻ്റെ അറിവ്. കോട്ടൂളിക്കെതിരെ നേരത്തെയും നടപടി എടുത്തിട്ടുണ്ട്. പക്ഷേ കരീമിക്ക അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവന്നു. നിങ്ങൾ കോഴിക്കോട് അന്വേഷിക്കുക, അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവന്നതാണ്. അപ്പോൾ അങ്ങനെ അത് CPM-ന്റെ ആളുകൾ, കോഴിക്കോട്ടിലെ ആളുകൾക്ക് അതിനെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ടാകും. അപ്പോൾ CPM-നകത്ത് ഇപ്പോൾ കോട്ടൂളിക്കെതിരെ എടുത്തിട്ടുള്ള ഈ നടപടി എന്ന് പറയുന്നത്, കോട്ടൂളി ചെയ്ത് പാർട്ടിയോട് ഞാൻ യുദ്ധം പ്രഖ്യാപിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് യുദ്ധം പ്രഖ്യാപിക്കല്ലേ പാർട്ടിയോട് ചെയ്തത്? പലതും പറയാനുണ്ട്, പക്ഷെ പറയുന്നില്ല എന്ന് പറയുകയല്ലേ ചെയ്തത്? യുദ്ധം പ്രഖ്യാപിക്കലാണല്ലോ. അല്ല ഹാഷ്മി, അതല്ല ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായില്ല. ഇത് വാസ്തവത്തിൽ യഥാർത്ഥ നാടാ നിങ്ങൾക്ക് മനസ്സിലായില്ല. ഇന്ന് പ്രമോദ് കോട്ടൂളി പോയി സമരം ചെയ്തത് പരാതിക്കാരന്റെ വീണ്ടുമില്ല, അത് ഭീഷണിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഒരു വാക്ക് പോലും പുറത്തു പറയാതിരിക്കാൻ വേണ്ടിയുള്ള ഭീഷണിയാണ്.
ഒരു സംശയവും വേണ്ട, ഇതൊരു അഡ്ജസ്റ്റ്മെന്റ് ആണ്. ഇത് റിയാസിലേക്ക് അന്വേഷണം എത്തരുത്, അതല്ലെങ്കിൽ കേന്ദ്ര ഏജൻസികളിലേക്ക് അന്വേഷണം എത്തരുത്, പരാതിയായി പോകരുത്. അതിനു മുമ്പ് എല്ലാം കാർപ്പറ്റിന് അകത്തേക്കിട്ട് പൊതുസമൂഹത്തെയും വളരെ CPM പ്രവർത്തകരായിട്ടുള്ള ആളുകളെയും സമാധാനിപ്പിക്കാനുള്ളത്. ആ പാർട്ടി ഇത്തരത്തിലുള്ള ഒരു തരത്തിലുള്ള കേടുപാടുകളും ഇല്ലാത്ത ഒരു സംഗതിയാണ് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു പരിശ്രമം നടത്തിയിരിക്കുകയാണ്. കാരണം PSC അംഗത്വമാണ് ലേലത്തിന് വെച്ചിട്ടുള്ളത്. ആ വിഷയത്തിലേക്ക് ചർച്ച പോകുന്നില്ല. CPM എന്തോ പവിത്രമായിട്ടുള്ള പാർട്ടിയാണ്, അതുകൊണ്ട് അതിലേക്ക് എന്തോ തെറ്റുപറ്റി, അങ്ങനെയാണോ? CPM ഇതിലും വലിയ കച്ചവടം ചെയ്യുന്ന പാർട്ടിയല്ലേ? ദേശാഭിമാനിയുടെ ആപ്പീസ് തന്നെ വിട്ടിട്ടുള്ള പാർട്ടിയല്ലേ? അതല്ലെങ്കിൽ കളങ്കിതരായിട്ടുള്ള എത്രയോ വ്യക്തികളുമായി അടുത്ത ബന്ധമുള്ളവരല്ലേ CPM-കാർ? ഫാരിസ് അബൂബക്കറുമായിട്ടുള്ള ബന്ധം എന്താ ആർക്കെങ്കിലും നിഷേധിക്കാൻ കഴിയുമോ? ഇലക്ട്രൽ ബോണ്ട് വഴി വന്ന കോടികളുടെ ഒരു കുരിശും പോലും ഇതെല്ലാം കൂടി ചേർത്താൽ CPM നേതാക്കന്മാർക്കും കേരളത്തിൽ CPM നേതാക്കളുടെ ബന്ധം എല്ലാവർക്കും അറിയുന്നതാണ്. ഇലക്ട്രൽ ബോണ്ടിൽ കൂടി വന്ന ശതകോടികളുടെ ഒരു കുനിശം പോലും ഇല്ല. ഇതെല്ലാം കൂടി താങ്കൾ പറഞ്ഞ എല്ലാം കൂടി ചേർത്ത് വെച്ചാലും സന്ദീപ്, അതുകൊണ്ട് കച്ചവടത്തിന്റെ കാര്യം ആരും അങ്ങനെ പറയണ്ട. കച്ചവടത്തിന്റെ കാര്യവും ധനസമ്പാദനത്തിന്റെ കാര്യവും സന്ദീപ്. ഹാഷ്മി ചർച്ച നയിക്കുന്ന സമയത്ത് ലോജിക്കലായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരണം. ഇലക്ട്രൽ ബോണ്ടൊക്കെ നമ്മൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് നിങ്ങളുടെ തന്നെ ചർച്ചയിൽ ഞാൻ വന്നിരുന്ന് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഈ ചർച്ച വഴിതെറ്റിക്കാൻ വേണ്ടി അടുത്ത 10 മിനിറ്റ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയത്തിന് വഴിതെറ്റിക്കാൻ വേണ്ടി മറ്റേതെങ്കിലും ഒരു വിഷയത്തിലേക്ക്, അങ്ങനെയാണെങ്കിൽ നമുക്ക് കേരളത്തിൽ EMS സർക്കാരിന്റെ കാലത്ത് തുടങ്ങിയിട്ടുള്ള അരി കുംഭകോണം മുതൽക്കും കൊണ്ട് ചർച്ച ചെയ്യാൻ വേണോ? എന്ത് മര്യാദയാണിത്? ലോജിക്ക് ഇല്ലാത്ത കാര്യങ്ങൾ കൊണ്ടുവന്ന് ചർച്ചയ്ക്കിടയിൽ അലമ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നത്, ഒരു അവതാരകൻ തന്നെ ശ്രമിക്കുന്നത്. ഇത് മറ്റൊരു പാർട്ടിയിലേക്ക് നോക്കി അവിശുദ്ധ പണത്തിന്റെ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ സ്വന്തം പാർട്ടിയുടെ ഖജാനയിലേക്ക് കൂടി നോക്കണം എന്ന് പറഞ്ഞതേ ഉള്ളൂ. അല്ലെങ്കിൽ ചർച്ച വഴിതിച്ചു വിടാനോ ഇലക്ട്രൽ ബോണ്ടിലേക്ക് ചർച്ച കൊണ്ടുപോകാനോ പറഞ്ഞതല്ല. അല്ല, ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് എനിക്ക് ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഇലക്ട്രൽ ബോണ്ട് നിയമവിധേയമായി, അക്കാലത്തെ നിയമവിധേയമായി പാർട്ടികൾ സ്വീകരിച്ചിട്ടുള്ള സംഭാവനയാണ്. അങ്ങനെ നിയമവിധേയമായി സംഭാവന സ്വീകരിച്ചതിൽ കോൺഗ്രസ് ഉണ്ട്, തൃണമൂൽ കോൺഗ്രസ് ഉണ്ട്, DMK ഉണ്ട്. അങ്ങനെ ഇലക്ട്രൽ ബോണ്ട് പ്രകാരം DMK സ്വീകരിച്ച പണത്തിൽ നിന്ന് CPM-നും പങ്ക് കിട്ടിയിട്ടുണ്ട്. ആ പണം ഉപയോഗിച്ചുകൊണ്ട് CPM തെരഞ്ഞെടുപ്പിന് ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇലക്ട്രൽ ബോണ്ട് BJP-ക്ക് മാത്രം കിട്ടിയ എന്തോ ആണെന്ന് നിങ്ങൾ കരുതണ്ട. ആകെ മൊത്തം ഇലക്ട്രൽ ബോണ്ടിന്റെ ഇന്ത്യ മുന്നണിക്ക് കുറവാണ് BJP-ക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ആവശ്യമില്ലാതെ ചർച്ചയെ കൊണ്ട് വളരെ മോശമാണ് അശ്മീത്. ശരി ജിൻഡോ, നിങ്ങൾ ഈ വിഷയത്തിൽ കൊണ്ടുപോയത് ഞാനാണോ? ശ്രീ ജിൻഡോ, ഇവിടെ നിങ്ങളുടെ യൂത്ത് കോൺഗ്രസിന്റെ ഒരു നേതാവ് പരാതി കൊടുത്തായിരുന്നു കേട്ടോ. ആ പരാതിയൊക്കെ അന്തരീക്ഷത്തിൽ ആവിയാണ്, ഒന്നും സംഭവിക്കില്ല. കാര്യം എന്താണ്? ഇപ്പം കോട്ടൂളി പറയുകയാണ് നാളെ മുതൽ സകല അന്വേഷണ ഏജൻസികളിലേക്കും പരാതി കൊടുക്കും. എന്ത് പരാതി കൊടുക്കും? CPM-ൽ നിന്ന് പുറത്താക്കുന്ന പറഞ്ഞ പരാതിയോ, അല്ലെങ്കിൽ ഞാൻ കോഴ വാങ്ങിച്ചു എന്ന ആരോപണമുണ്ട് അത് അന്വേഷിക്കണമെന്ന പരാതിയോ? ഇവിടെ പരാതിക്കാരനില്ല, പരാതിയില്ല, കൊടുത്ത പണമില്ല, ആരോപണങ്ങളില്ല, ഒന്നുമില്ല. അപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ പരാതിയും പ്രതിപക്ഷത്തിന്റെ പരാതിയും ഒക്കെ അന്തരീക്ഷത്തിൽ ആവിയാണ്. ഈ വിഷയത്തിലുള്ള സമരങ്ങളും ഒരുപക്ഷെ സമരം ഇറങ്ങി യുവമോർച്ച മാത്രമേ കണ്ടുള്ളൂ. സമരം ഒരുപക്ഷെ വൃഥാവിലേ ആവുള്ളൂ. ജിൻഡോ, അല്ല അശ്മി, അതിൽ അങ്ങനെയല്ല കാണണ്ടേ. ഇതിലിപ്പോൾ പരാതിക്കാരൻ എന്ന് പറഞ്ഞാൽ ഈ പൈസ കൊടുത്ത ആളുകൾക്കും പരാതി പറയാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. കാരണം അവർ PSC-യിലേക്ക് നിയമനം കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ, ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ പൈസ കൊടുത്തത്. അപ്പോൾ ഇവരുടെയൊക്കെ വിശ്വാസ്യത ഒരു പ്രശ്നമായതുകൊണ്ട് അവർ പാർട്ടിയുടെ കോടതിയിലും പാർട്ടിയുടെ പോലീസ് സ്റ്റേഷനിലുമാണ് പരാതി തീർപ്പാക്കാൻ പോയത്. അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ. അവിടുത്തെ പോലീസിൻ്റെ മുമ്പിൽ കിട്ടിയ പരാതി പോലും പണം തിരിച്ചു കൊടുത്തപ്പോൾ അത് സെറ്റിൽ ചെയ്ത് തീർത്തു എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. അപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ പരാതി എന്നുള്ളതിനേക്കാൾ അപ്പുറം ഇവിടെ ഹസ്കർ പറഞ്ഞ പോയിന്റിനെയാണ് എനിക്ക് പറയാനുള്ളത്. CPM-ന്റെ ആഭ്യന്തര പ്രശ്നം മാത്രമാണെന്നാണ് ഹസ്കർ പറയുന്നത്. ഞാൻ പറയുന്നത് CPM-ന്റെ ആഭ്യന്തര പ്രശ്നം മാത്രമല്ല, ഇത് കേരളത്തിലെ മുഴുവൻ ആളുകളുടെ ഒരു പ്രശ്നമാണ്. കാരണം PSC പോലെ ഒരു ഭരണഘടനാ സ്ഥാപനത്തിൻ്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ PSC കോപ്പിയടി ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഇതിനു മുമ്പും വന്നിട്ടുണ്ട്. CPM-മായി ബന്ധപ്പെട്ട വലിയ ആരോപണങ്ങൾ വന്നിട്ടുണ്ട്. ആ കാലഘട്ടത്തിലാണ് ഇവിടെ PSC നിയമനവുമായി ബന്ധപ്പെട്ട വിഷയമൊക്കെ വരുമ്പോൾ അതിൻ്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അവിടെ പണം തിരിച്ചു കൊടുത്തു, കട്ട മുതൽ തിരിച്ചു കൊടുത്തു, ഞങ്ങൾ വിശ്വാസ്യത കാത്തു എന്ന് പറഞ്ഞാൽ പൊതുജനങ്ങൾ അത് അംഗീകരിക്കണമെന്നില്ല. ഒന്നാമത്തെ കാര്യം. 2, നിങ്ങളുടെ പാർട്ടിയുടെ പോലീസ് സ്റ്റേഷനും കോടതിയും മാത്രം തീരുമാനിച്ചാൽ പോരാ. ഇന്ത്യ മഹാരാജ്യത്തെ ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾ അനുസരിച്ചിട്ടുള്ള നിയമങ്ങളും മറ്റു പരിപാടികളുമായിട്ട് നിങ്ങൾ അതിനും വിധേയപ്പെടണമല്ലോ. നിങ്ങൾക്ക് മാർക്സിസ്റ്റുകാർക്ക് ഈ രാജ്യത്തെ നിയമങ്ങളെ വിധേയപ്പെടാൻ പാടില്ല എന്ന് വല്ലതുണ്ടോ? അടുത്തത് നിങ്ങൾ പറയുന്നത് ഇത് ആഭ്യന്തര പ്രശ്നം മാത്രമാണ്, ആരെയും ബോധിപ്പിക്കേണ്ടതാണ്. ഈ ബക്കറ്റ് പിരിവ് നടത്തിക്കൊണ്ട് പാർട്ടി പ്രവർത്തനം നടത്തുന്നു എന്ന് അഭിമാനിക്കുന്ന ഈ പാർട്ടിയുടെ നേതാക്കന്മാർക്ക് തങ്ങളുടെ പാർട്ടിയിലെ ഒരു നേതാവിനെ എന്തിൻ്റെ പേരിലാണ് പുറത്താക്കിയതെന്ന് പറയാനുള്ള ബാധ്യതയുണ്ട്.
പൊതുസമൂഹത്തോട് അത് നിങ്ങൾ പറയണം. നിങ്ങളുടെ നേതാവ് നിങ്ങളുടെ പാർട്ടിയുടെ അന്തസ്സത്തേക്ക് അല്ലെങ്കിൽ അതിന് ചേരാത്ത രീതിയിൽ പ്രവർത്തിച്ചെങ്കിൽ, കളങ്കമുണ്ടാക്കിയെങ്കിൽ എന്തായിരുന്നു ആ കളങ്കം എന്ന് പറയണ്ടേ? ഞങ്ങളൊക്കെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് പറയുന്നു PSC കോഴയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രമോദ് കോട്ടൂളി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ബന്ധമുണ്ട് എന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ അത് പ്രതിപക്ഷത്തിന്റെ സൃഷ്ടിയാണ്, മാധ്യമ സൃഷ്ടിയാണ്, ഗൂഢാലോചനയാണ് എന്നൊക്കെയാണ് നിങ്ങൾ പറഞ്ഞത്. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് പ്രമോദ് കോട്ടൂളിയെ നിങ്ങൾ പുറത്താക്കിയത്? അത് നിങ്ങൾ പറയണം. അല്ലാതെ ഞങ്ങൾക്കൊരു ബാധ്യതയില്ല, ഞങ്ങൾ അക്കൗണ്ടബിൾ അല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ ഈ ബക്കറ്റ് പിരിവെടുക്കാൻ മാത്രം പൊതുജനങ്ങളുടെ മുമ്പിൽ ചെന്നാൽ പോരാ, ഇത്തരം വിഷയങ്ങളിൽ മറുപടി പറയണം. മാത്രമല്ല, ഇന്ന് പ്രമോദ് കോട്ടൂളി നടത്തിയ സമരം അത് CPM-നെയും പരാതിക്കാരനെയും ഒരേ സമയം ഭീഷണിപ്പെടുത്തുന്നതാണ്. പ്രമോദ് കോട്ടൂളി പറഞ്ഞത് എന്താ? എനിക്ക് എൻ്റെ കുറ്റങ്ങൾ, എനിക്കെതിരെ എടുത്ത നടപടി ഞാൻ മനസ്സിലാക്കി. ആ കുറ്റങ്ങൾ എന്താണെന്ന് കൂടി പറയാൻ ജില്ലാ സെക്രട്ടറിക്ക് എന്താ പറ്റാത്തത്? ജില്ലാ സെക്രട്ടറി എന്തുകൊണ്ടാണ് പേടിക്കുന്നത്? പ്രമോദ് കോട്ടൂളിയെ പോലെ ഒരാൾ അത്തരം ചോദ്യം ചോദിക്കുമ്പോൾ എന്തുകൊണ്ടാണ് മറുപടി പറയാത്തത്? മാത്രമല്ല, ഇതിന് സമാനമായ സാഹചര്യം 2 ആഴ്ച മുമ്പ് നമ്മൾ കണ്ടില്ലേ? മനു തോമസ് പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പാർട്ടി മെമ്പർമാരുള്ള കണ്ണൂർ ജില്ലയിൽ കണ്ണൂരിലെ ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള മനു തോമസ്, SFIയിൽ തുടങ്ങി ജില്ലാ കമ്മിറ്റി അംഗം വരെയായിട്ടുള്ള മനു തോമസ് പാർട്ടിക്ക് പുറത്ത് പോയതിനു ശേഷം പറയുകയാണ്, വെല്ലുവിളിക്കാണ് പാർട്ടി നേതാക്കന്മാരെ. തിരിച്ചൊരു മറുപടി പറയാൻ ആർജവമുള്ള ഒരു മാർക്സിസ്റ്റുകാരൻ ആ പാർട്ടിയിലുണ്ടോ? നിങ്ങൾ എന്താ പറയുന്നത്? നിങ്ങൾ പൊതുജനങ്ങൾ നിങ്ങൾ പറയുന്ന മുഴുവൻ മണ്ടത്തരം കേട്ട് വിശ്വസിക്കണമെന്നോ? നിങ്ങളുടെ പാർട്ടിയിലുള്ള ആളുകൾ പറയുന്നത് കേട്ട് മുഴുവൻ പാർട്ടി അംഗങ്ങളും വിശ്വസിക്കണമെന്ന് നിങ്ങൾക്ക് പറയാം. പക്ഷേ പൊതുജനങ്ങൾ അത് വിശ്വസിക്കണമെന്ന് നിർബന്ധം പിടിക്കരുത് ഭാസ്കറെ. ഇത് ഈ ആളുകളോട് നിങ്ങൾക്ക് അക്കൗണ്ടബിലിറ്റി ഉണ്ട്. നിങ്ങളുടെ ചിഹ്നം സംരക്ഷിക്കണമെന്ന് പറഞ്ഞ് നിങ്ങൾ വന്ന് പ്രസംഗിക്കുമ്പോൾ ചിഹ്നം സംരക്ഷിക്കാതിരിക്കുന്ന ആളുകൾ മാത്രമല്ല പൊതുജനങ്ങൾ, ഈ പാർട്ടിക്ക് വോട്ട് ചെയ്ത ആളുകളോട് മാത്രമല്ല, ഈ പാർട്ടിയുടെ മേലാപ്പിൽ വന്ന് ഈ പാർട്ടിയുടെ എല്ലാ സൗകര്യങ്ങളും പറ്റിക്കൊണ്ട് ഭരണ സംവിധാനത്തിൽ വന്നിട്ടുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ സർക്കാർ കൂടി ഉത്തരവാദിത്തം പറയണം. പിണറായി സർക്കാർ മറുപടി പറയണം. മുഹമ്മദ് റിയാസ് എന്ന് പറഞ്ഞ മന്ത്രി മറുപടി പറയണം. മാത്രമല്ല, നിങ്ങൾ നേരത്തെ പറഞ്ഞൊരു കാര്യം, ഒറ്റ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാൻ ഹാഷ്മി, പണിയെടുക്കാതെ പണം ഉണ്ടാക്കിയതിന്റെ പേരിലാണ് ഇത്തരം ആളുകളെ പുറത്താക്കുന്നെങ്കിൽ ആദ്യം പുറത്താക്കേണ്ടത് ആരെയാ? ഈ മാസപ്പടി വാങ്ങിയതിനും അതിന് ഒത്താശ ചെയ്ത ആളുകളെയൊക്കെ പുറത്താക്കണ്ടേ? എന്തുകൊണ്ടാണ് നിങ്ങൾ നിലപാട് സ്വീകരിക്കാതിരുന്നത്? എന്തായാലും ഇതെല്ലാം പാർട്ടിക്കാരി മാത്രമാണ്, പാർട്ടിയുടെ ഇരുമ്പ് ചട്ടക്കൂടിനകത്ത് പുറത്തേക്ക് പോകരുതാത്ത രഹസ്യമാണ് എന്നൊക്കെയുള്ള കൺസെപ്റ്റുകളെ ജനം തള്ളിക്കളഞ്ഞതാണ്. അത് പാർട്ടി തന്നെ വിലയിരുത്തിയതാണ്. ഇക്കാര്യത്തിൽ ഒന്നും ഒളിക്കാനില്ലെങ്കിൽ അത് വന്നു നിന്ന് ആർജവത്തോടെ ഇന്ന കാര്യത്തിന്റെ പേരിൽ കോട്ടൂളിയെ പുറത്താക്കി എന്ന് പറയേണ്ടത് CPM ആണ്. ചർച്ച കാളെ വിടേണ്ടതും CPM. ചെന്നി ബാലകൃഷ്ണൻ, ഈ വിവാദത്തിൽ പരസ്യ പ്രതികരണം വേണ്ട എന്നത് CPM-ന്റെ തീരുമാനമാണ്. ഈ വിഷയത്തിൽ ചർച്ച കാളെ വിടുന്നില്ല എന്ന് AK സെന്ററിന്റെ തീരുമാനമാണ്. ജില്ലാ നേതൃത്വത്തിനും സമാന നിർദ്ദേശം കൊടുത്തിട്ടുണ്ടെന്ന് അറിയുന്നു. മോഹന മാഷ് ഒന്ന് റേഡിയോ പറയുന്നത് പോലെ ആ വിശദീകരണ കുറിപ്പിൽ പറഞ്ഞ കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോയി. അതുകൊണ്ട് തീരുമോ? ചെന്നി ബാലകൃഷ്ണൻ, ഇവിടെ ഈ പറയുന്ന കോട്ടൂളി അദ്ദേഹത്തിനെതിരെ എടുത്ത പാർട്ടി നടപടിയിൽ പ്രശ്നമുണ്ടെങ്കിൽ അദ്ദേഹം അമ്മയൊക്കെ വിളിച്ചുകൊണ്ടിരുന്നത് എന്തിനാണെന്ന് അറിയില്ല. അമ്മയും കൂട്ടി മകനെയും കൂട്ടി പോയി ഇരിക്കേണ്ടത് പാർട്ടി ഓഫീസിന് മുന്നിലല്ലേ? ഈ ശ്രീത്ത് എന്ന് പറഞ്ഞാൽ ഈ പേര് പോലും അപ്പോൾ കേരളത്തിൽ ഒട്ടുമിക്ക ആളുകൾക്കും ഇയാളുടെ പേര് ശ്രീത്ത് എന്നാണെന്ന് അറിയുന്നത് ഒരു പക്ഷേ കോട്ടൂളി എന്ന് പറയുമ്പോഴാണ്. ശ്രീത്തിൻ്റെ വീട്ടിന് മുന്നിൽ പോയി ഇരിക്കാനുള്ള രാഷ്ട്രീയ തന്ത്രം എന്താണ് NV ബാലകൃഷ്ണൻ? അതാണ് പ്രശ്നം. ആ പ്രശ്നത്തിലേക്ക് വരുന്നതിന് മുമ്പ് അഡ്വക്കേറ്റ് അസ്കർ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് 1-2 കാര്യങ്ങൾ പറയേണ്ടത്. എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത്, താങ്കൾ CPM-ന് വേണ്ടിയാണ് സംസാരിക്കുന്നതെങ്കിൽ, CPM എന്ന് പറഞ്ഞാൽ ഒരു മാർക്സിസ്റ്റ് പാർട്ടിയാണ്. ആ മാർക്സിസ്റ്റ് നിലപാടുകൾ നിന്നുകൊണ്ട് വേണം അങ്ങ് സംസാരിക്കാൻ. അല്ലാതെ താങ്കൾ ഒരു സാധാരണ വക്കീലായിട്ട് CPM-ന് വേണ്ടി കേസ് വാദിക്കുകയാണെങ്കിൽ ഓക്കെ, എനിക്കതിൽ അഭിപ്രായ വ്യത്യാസമില്ല. താങ്കളൊരു മാർക്സിസ്റ്റ് ആണെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ BJP-യുടെയും കോൺഗ്രസിൻ്റെയും നേതാക്കന്മാരുടെ പേരും അതിനെക്കുറിച്ച് നിങ്ങളെന്താ പോവാത്തത് എന്ന് മാധ്യമ പ്രവർത്തകരോട് ചോദിക്കരുത് പ്ലീസ്. എന്തുകൊണ്ടെന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ തൊഴിലാളി വർഗത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടിയാണ്. സമൂഹത്തിലെ അധസ്ഥിതന്റെ, അടിച്ചമർത്തപ്പെട്ടവന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ട പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ മറ്റിതര ബൂർഷ്വാ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തമായ ലക്ഷ്യങ്ങളും പ്രവർത്തന രീതികളും സംഘടനാ സംവിധാനങ്ങളും മര്യാദകളും ഒക്കെ പുലർത്തുന്ന ഒരു പാർട്ടിയാണ് CPM. അതുകൊണ്ടാണ് CPM പോലൊരു പാർട്ടിയിൽ നിന്ന് നടക്കുന്ന കൊള്ളരുതായ്മകളെ കുറിച്ച് ഒരു സമൂഹം ഗൗരവമായി ചർച്ച ചെയ്യുന്നത്. അത് മാർക്സിസ്റ്റുകാർ വലിയ ഒരു ക്രെഡിറ്റ് ആയിട്ടാണ് സ്വീകരിക്കുക. കാരണം വെച്ചാൽ കോൺഗ്രസിലെ അഴിമതിയെക്കുറിച്ച് നടക്കുന്നില്ലേ, അവരെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കുന്നില്ലല്ലോ, അല്ലെങ്കിൽ BJP-യുടെ അഴിമതിയെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കുന്നില്ലോ എന്നത് ഒരു മാർക്സിസ്റ്റ് ഒരിക്കലും പറയാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്. തൻ്റെ പാർട്ടിയിൽ താൻ പ്രതിദാനം ചെയ്യുന്ന ഒരു പ്രസ്ഥാനത്തിനകത്ത് അതൊരു തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിൽക്കുന്നിടത്തോളം കാലം അന്യവർഗ ആശയങ്ങളും വർഗവിരുദ്ധമായ നിലപാടുകളും സ്വീകരിക്കുമ്പോൾ സ്വാഭാവികമായും അതിനെ ചോദ്യം ചെയ്യുക എന്ന് പറയുന്നത് മാധ്യമങ്ങൾ ഉൾപ്പെടെ സമൂഹത്തിൽ, മാധ്യമങ്ങൾ എന്ന് പറഞ്ഞാൽ സാധാരണ മനുഷ്യരുടെ നാക്കാണ്. അതുകൊണ്ടാണ് അവർ മാധ്യമങ്ങൾ പ്രതിദാനം ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവരുന്നയിക്കുമ്പോൾ നിങ്ങൾക്ക് കോൺഗ്രസ്സുകാരുടെ അഴിമതി നോക്കിക്കൂടെ, നിങ്ങൾക്ക് BJP-ക്കാരുടെ അഴിമതി നോക്കിക്കൂടെ എന്ന് ഒരിക്കലും ഒരു മാർക്സിസ്റ്റ് പറയാൻ പാടില്ല എന്ന് താങ്കളൊന്ന് ഓർത്ത് വെക്കണം എന്ന് എനിക്ക് ആദ്യമേ താങ്കളോട് പറയാനുണ്ട്. അതാണ് ഞാൻ എനിക്ക് തുടക്കത്തിൽ പറയാനുള്ളത്. മറ്റൊന്ന്,
ഈ കാര്യങ്ങളിൽ എന്താണ് സംഭവിക്കുക? ഇപ്പോൾ അമ്മയെ കൂട്ടിക്കൊണ്ടുപോയി ഈ ശ്രീജിത്തിന്റെ വീട്ടിൽ എന്തിനു ഇരിക്കുന്നു എന്ന് ചോദിച്ചാൽ അതൊരു ചോദ്യം തന്നെയാണ്. കാരണം ശ്രീജിത്ത് എന്ന് പറയുന്ന മനുഷ്യൻ അയാൾ കാശ് കൊടുത്ത മനുഷ്യനാണ്. കാശ് കൊടുത്തത് ഞാൻ മനസ്സിലാക്കിയത് ബാങ്ക് രീതിയിലൊക്കെ തന്നെയാണ്. അതിൻ്റെ തെളിവുകളൊക്കെ പാർട്ടി കമ്മിറ്റിക്ക് കൊടുത്തു. അത് അവസാനം ആരൊക്കെയോ ചേർന്ന് ഇടപെട്ട് പാർട്ടി നേതാക്കന്മാരൊക്കെ ഇടപെട്ട് ഒത്തുതീർപ്പാക്കി ആ കാശ് തിരിച്ചു കൊടുത്തു. അങ്ങനെ തിരിച്ചു കൊടുത്ത് അവസാനിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ ശ്രീജിത്തിന്റെ വീട്ടിൽ പോയി സമരം ഇരിക്കുന്നതുകൊണ്ട് എന്താണ് പ്രയോജനം ചോദിച്ചാൽ അതിനൊരൊറ്റ ഉത്തരേ ഉള്ളൂ. ഒന്ന്, പാർട്ടിയെ സമ്മർദ്ദത്തിലാക്കുക. രണ്ടാമത്തത്, ഇയാളെ ഭീഷണിപ്പെടുത്തി ഇയാൾ കൂടുതൽ കാര്യങ്ങൾ പറയുന്നതിലേക്ക് പോകാതിരിക്കാൻ നോക്കുക. അതിനാവശ്യമായിട്ടുള്ളൊരു സംവിധാനം ഉണ്ടാക്കുക. ഒരുപക്ഷെ അതൊരു തിരക്കഥയുടെ ഭാഗമായിരിക്കാം എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. പക്ഷേ വേറൊരു കാര്യം, ഈ പറയുന്ന പ്രമോദും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള നാടകങ്ങൾ കളിപ്പിക്കുന്ന CPM നേതൃത്വവും ഒക്കെ മനസ്സിലാക്കേണ്ടത് ചരിത്രവും കാലവും ഒക്കെ നമ്മൾ നിശ്ചയിക്കുന്ന ഫ്രെയിമിനകത്ത് തന്നെ നിന്ന് കാര്യങ്ങൾ ചെയ്തു കൊള്ളണമെന്നില്ല. അങ്ങനെ ഒരു അനുഭവം നമുക്കില്ല. അത് വീണ്ടും വീണ്ടും മാറി വരും എന്നുള്ള കാര്യത്തിൽ അതിന് പുതിയ ആംഗിളുകൾ ഉണ്ടാകും, പുതിയ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകും, പുതിയ വിവരങ്ങൾ പല മേഖലകളിലായിട്ട് വരും. ആ നിലയിലേക്ക് ഇതിന് അപായകരമായ തലങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയാണ് ഇപ്പം നമ്മുടെ മുമ്പിലുള്ളത്. കോഴിക്കോട് ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മഹത്തായ പാരമ്പര്യത്തെ ആകെ കളഞ്ഞു കുളിക്കുന്ന രൂപത്തിൽ ഇതൊരു സാധാരണ ബൂർഷ്വാ രാഷ്ട്രീയ പാർട്ടി തന്നെയാണ്. പണമുണ്ടാക്കുന്നവരുടെയും അഴിമതിക്കാരുടെയും സകല വൃത്തികേടുകൾക്കും കൂട്ടുനിൽക്കുന്നവരുടെ പാർട്ടി തന്നെയാണ് എന്ന് ആളുകളെ ബോധ്യപ്പെടുത്താൻ കഴിയുന്ന നിലയിലേക്ക് കാര്യങ്ങൾ ചെയ്യാണ് വരിക. അപ്പൊ അതിന് നഷ്ടം അനുഭവിക്കാൻ പോകുന്നത് അഡ്വക്കേറ്റ് അസ്കറും അതുപോലെ തന്നെ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഞാനും ഒന്നുമല്ല, നമ്മുടെ നാട്ടിലെ സാധാരണ മനുഷ്യരാണ്. അവർക്കാണ് വലിയ നഷ്ടം സംഭവിക്കുന്നത് എന്ന് നമ്മൾ ഓർക്കണം. ഇനി ഒരു കാര്യം കൂടി പറയട്ടെ. മനു തോമസ് പാർട്ടി വിട്ടു പോയതിനു ശേഷം പിന്നെ നേരിട്ട് P. ജയരാജനെതിരായിട്ട് ആരോപണം ഉന്നയിക്കുകയായിരുന്നു ഒക്കെ അസ്കർ എങ്ങനെയാണ് മനസ്സിലാക്കിയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെയല്ല സംഭവം. അദ്ദേഹം പാർട്ടിക്കകത്ത് ചില പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നു. വളരെ കൃത്യമായി ഓഡിയോ ക്ലിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉന്നയിച്ചു എന്ന് അയാൾ നേരിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. പാർട്ടി കമ്മിറ്റിയുടെ മുമ്പാകെ ഈ പ്രശ്നങ്ങൾ കൊണ്ടുവരുന്നു. ആ കൊണ്ടുവരുന്നതിനോട് പാർട്ടി കമ്മിറ്റി, ജില്ലാ കമ്മിറ്റി പ്രതികരിക്കുന്നില്ല, സംസ്ഥാന കമ്മിറ്റി പരിഹരിക്കുന്നില്ല. അവസാനം ഇയാൾ തന്നെ കുഴപ്പത്തിലാവുന്ന അവസ്ഥയിലേക്ക് എത്തുന്ന സമയത്ത് ഇനി ഇതിനകത്ത് നിന്ന് സംസാരിക്കുന്നതിൽ കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം മെമ്പർഷിപ്പ് ഉപേക്ഷിച്ച് കഴിഞ്ഞ 11 മാസമായി വീട്ടിൽ പോയിരിക്കുകയാണ്. യാതൊരു തരത്തിലുള്ള വർത്തമാനമായിട്ട് പാർട്ടിക്കെതിരായി പറഞ്ഞിട്ടില്ല, ആരെക്കുറിച്ചും സംസാരിച്ചിട്ടില്ല. അവസാനം എന്തായി? 11 മാസമായി ഒരു പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം ജില്ലാ കമ്മിറ്റിയിൽ പങ്കെടുക്കുന്നില്ല. അത് മാത്രമല്ല, അദ്ദേഹം മെമ്പർഷിപ്പ് പുതുക്കിയിട്ടില്ല. ഈ അവസ്ഥയിൽ പുതിയ തീരുമാനം എടുക്കേണ്ടി വരുന്നു. തീരുമാനം എടുക്കുമ്പോൾ എന്താണ്? ഈ മനു തോമസിനെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കുന്നു. സന്ദീപ്, ചുരുങ്ങിയ വാക്കുകൾ, ഇതിപ്പോ ഇതിൽ കള്ളപ്പണത്തിൽ താങ്കൾ തന്നെ പറയുന്നത് 22 ലക്ഷം എന്ന് പറയുന്ന വലിയ തുകയാണ്. ഓൺലൈൻ പത്രങ്ങളിൽ വാർത്ത വരികയാണ്. അതിനോട് പ്രതികരിച്ചുകൊണ്ടാണ് ഇയാൾ സംസാരിക്കുന്നത്. അതുകൂടി കാണണം. അല്ലാതെ അയാൾ സന്ദീപ്, ചുരുങ്ങിയ വാക്കുകളിൽ ഇതിന്റെ അന്വേഷണത്തിലെ കേന്ദ്ര സാധ്യതകളെ പറ്റി സംസ്ഥാന BJP ആലോചിക്കുമോ? അന്വേഷണം ആവശ്യപ്പെട്ട് മുന്നോട്ട് പോകുന്നതിനെ കുറിച്ച്? അല്ല, ഇത് സംബന്ധിച്ച് ഉന്നതതല അന്വേഷണം വേണമെന്നുള്ള സംബന്ധിച്ച് BJP നേരത്തെ തന്നെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് യുവമോർച്ചയുടെ സമരം നടന്നിട്ടുണ്ട്. നോക്കൂ, ഇവിടെ ശിവരഞ്ജിത്തിന്റെയും നസീമിന്റെയും PSC ചോദ്യപേപ്പർ ചോർച്ച വന്ന സമയത്തും അത് മുഖ്യമന്ത്രി നിഷേധിക്കുകയാണ് ചെയ്തത്. അത്തരത്തിൽ യാതൊരു പ്രശ്നവുമില്ല, PSCയുടെ വിശ്വാസ്യതയൊക്കെ പറയുന്നത്. ഇവിടെ PSC പോലെ ഒരു പ്രധാനപ്പെട്ട സ്ഥാപനത്തിന് നേരെ ഉയർന്നിട്ടുള്ള ഗുരുതരമായിട്ടുള്ള ഒരു ആക്ഷേപം, ഇങ്ങനെ CPMന്റെ കോഴിക്കോട് ജില്ലയിലെ ഒരു ഏരിയ അംഗത്തെ, വളരെ തുക്കട നേതാവെന്ന് വിളിക്കാവുന്ന ഒരാളെ പിടിച്ച് പുറത്താക്കിയാൽ തീരുന്നതാണോ? ഇതെങ്ങനെയാണ് കാർപ്പറ്റിനടിയിലേക്ക് തട്ടിമാറ്റാൻ CPMന് സാധിക്കുന്നത്? ഇവിടെ ചെറുപ്പക്കാർ ജോലിക്ക് വേണ്ടി സെക്രട്ടേറിയറ്റിന് മേൽ മുട്ടിലഴിയുന്ന ഒരു കാലത്ത് PSC പോലെ സ്ഥാപനത്തെ ഇതുപോലെ വിൽപ്പനച്ചിരക്കാക്കി മാറ്റിയ CPMനെതിരായി സർക്കാരിനെതിരായിട്ടുള്ള വലിയ ജനരോഷമുണ്ട്. അത് അണയ്ക്കാൻ വേണ്ടി ഞങ്ങൾ ഇതാ നടപടി എടുത്തിരിക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. ഇതിൽ കുറഞ്ഞ ഒരു നടപടി എടുത്താലും കേരളത്തിലെ ജനങ്ങൾക്ക് തൃപ്തിയാവില്ല. പക്ഷെ ഇതുകൊണ്ടാവില്ല. ഇത് വെറും ഒരു കോട്ടുകളി വിചാരിച്ചാൽ, വെറും ഒരു തുക്കട കോട്ടുകളി വിചാരിച്ചാൽ 22 ലക്ഷം രൂപ വാങ്ങി വെക്കാൻ സാധിക്കുമെന്ന് അരിയാഹാരം കഴിക്കുന്ന ഏതെങ്കിലും ഒരു മലയാളി വിശ്വസിക്കുന്നുണ്ടോ? ഇതിൽ കേരളത്തിന്റെ മന്ത്രിസഭയിലെ ഉന്നതനായിട്ടുള്ള ഒരു വ്യക്തിക്ക് പങ്കില്ല എന്ന് എങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കും? മന്ത്രിസഭയെ അറിയാതെ, കോഴിക്കോട്ടെ CPMന്റെ പ്രബലരായിട്ടുള്ള നേതാക്കൾ അറിയാതെ പ്രമോദ് കൊട്ടുകുളി ഒരാളുടെ കയ്യിൽ നിന്ന് ചുമ്മാതെ 22 ലക്ഷം ബാങ്ക് അക്കൗണ്ട് വഴിക്ക് വാങ്ങി എന്ന് നമ്മളങ്ങ് തൊണ്ട തൊടാതെ വിഴുങ്ങണോ? അതിൽ BJP രാഷ്ട്രീയമുണ്ട് എങ്കിൽ കൂടിയും ആ ചോദ്യത്തിൽ കഴമ്പുള്ള ചോദ്യമാണ്. അതിന് മറുപടി വരേണ്ടത് CPM ആണ്. എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന PSC കോഴ വാങ്ങിയതിൽ കോഴ വാങ്ങി എന്ന് പുറത്തു പറഞ്ഞാൽ പ്രമോദ് കോട്ടുകളി പുറത്തുവിടും എന്ന് പേടിയുള്ള ഏതെങ്കിലും രഹസ്യങ്ങളുടെ അസ്ഥികൂടങ്ങൾ ഷെൽഫിലില്ലെങ്കിൽ പാർട്ടി നേതൃത്വം ധൈര്യമായി നിന്നത് അത് തുറന്നു പറയണം, മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് മറുപടി പറയണം. എന്നാൽ മാത്രമേ അതിൽ ക്ലാരിറ്റി വരൂ, അതൊരു തിരുത്താവൂ. എൻകൗണ്ടർ പൂർണ്ണമാവുന്നു.